വരുന്ന വർഷങ്ങളിൽ നടക്കാൻ പോകുന്ന PSC പരീക്ഷകളിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിക്കാൻ പോകുന്ന ഒരു സീരീസിന്റെ രണ്ടാം പാർട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സെക്കൻഡ് പാർട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. SCRT നമ്മുടെ പുതിയ SCRTയിൽ നിന്നുള്ള ചോദ്യങ്ങൾ പരിചയപ്പെടുത്തുന്ന ഒരു സീരീസാണിത്. ഇതിന് മുമ്പ് ഞാനൊരു പാർട്ട് വീഡിയോ ചെയ്തിരുന്നു. ഇത് സെക്കൻഡ് പാർട്ടാണ്. ഇവിടെ നമ്മൾ 10ാം ക്ലാസ്സിൽ ഒരു ചാപ്റ്ററാണ് കൊണ്ടുവരുന്നത്. നിങ്ങൾ ഈ ചാപ്റ്റർ വായിച്ചോ ഇല്ലയോ എന്നുള്ളതൊന്നും പ്രശ്നമല്ല. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സിലൂടെ പോവുക. ഞാനിതിൻ്റെ എക്സ്പ്ലനേഷൻ തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പുതിയ ചോദ്യങ്ങളാണല്ലോ, അപ്പോൾ അത് കണ്ടു പഠിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പാഠം പിന്നെ നമുക്ക് വായിക്കാം. തൽക്കാലം ഈ ചോദ്യങ്ങൾ കണ്ടുപോകാം. അതിനുശേഷം ഏതാണ് പാഠം എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് വായിക്കാം. ഓക്കെ. പിന്നെ ഉറപ്പായും റാങ്ക് മേക്കിംഗ് ആകാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. തെക്കൻ ബ്രസീലിൽ ഉഷ്ണമേഖലാ പുൽമേടുകൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? പലതും നിങ്ങൾ കാണാൻ ഇടയില്ലാത്ത ചോദ്യങ്ങളാവാം. അതുകൊണ്ട് തന്നെ 10 ചോദ്യങ്ങൾ അവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 10 ചോദ്യങ്ങളിൽ എത്ര എണ്ണം നിങ്ങൾ ശരിയാക്കി എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്ത് നല്ലതായിരിക്കും. കാരണം എനിക്കൊന്ന് അസസ് ചെയ്യാൻ വേണ്ടിയാണ് എത്ര എണ്ണം ഇങ്ങനെയുള്ള പുതിയ ചോദ്യങ്ങൾ നിങ്ങൾ ആൻസർ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ആരൊക്കെ ടെക്സ്റ്റ് വായിച്ചിട്ടുണ്ട്, പുതിയ ചോദ്യങ്ങളോട് ആരൊക്കെ കടന്നു പോയിട്ടുണ്ടെന്ന് ജസ്റ്റ് എനിക്കൊന്ന് അസസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. വേറെ ഒന്നും വിചാരിക്കേണ്ട. ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. ഇതിന്റെ ആൻസർ പറഞ്ഞു. ഉഷ്ണമേഖലാ പുൽമേടുകൾ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അതായത് ഭൂമിയിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന നമുക്കറിയാം ഉയരം കുറഞ്ഞ പുൽവർഗ സസ്യങ്ങളും ഇലപൊഴിയും വൃക്ഷങ്ങളും ഒക്കെ കാണപ്പെടുന്ന തരത്തിലുള്ള മേഖലയാണ് നമ്മൾ പുൽമേടുകൾ എന്ന് വിളിക്കുന്നത്. നമ്മൾ നാഷണൽ ജിയോഗ്രഫിക് അതേപോലെ തന്നെ ഡിസ്കവറി ചാനലിലൊക്കെ പണ്ട് കണ്ടിട്ടില്ല, ആഫ്രിക്കയിലെയൊക്കെ വലിയ ഈ സിംഹങ്ങളൊക്കെ കാണപ്പെടുന്ന തരത്തിലുള്ള വനാന്തരങ്ങളുടെ വീഡിയോകൾ ഫൂട്ടേജൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? അതെല്ലാം ഈ പറഞ്ഞ ഉഷ്ണമേഖല പുൽമേടുകളാണ്. ഉഷ്ണമേഖല പുൽമേടുകളുടെ കാലാവസ്ഥയെ മൊത്തത്തിൽ സാവന്ന കാലാവസ്ഥ എന്ന് വിളിക്കാറുണ്ട്. കാരണം ആഫ്രിക്കയിൽ ഉഷ്ണമേഖല പുൽമേടുകൾ സാവന്ന എന്നാണ് അറിയപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ ഉഷ്ണമേഖല പുൽമേടുകൾ സ്ഥിതി ചെയ്യുന്ന രാജ്യവും ആഫ്രിക്കയാണ്. അതുകൊണ്ട് ഉഷ്ണമേഖല പുൽമേടുകൾ സ്ഥിതി ചെയ്യപ്പെടുന്ന പ്രദേശങ്ങളുടെ കാലാവസ്ഥയെ മൊത്തത്തിൽ സാവന്ന കാലാവസ്ഥ എന്ന് വിളിക്കാറുണ്ട്. ഉഷ്ണമേഖല പുൽമേടുകൾ ലോകത്തിന്റെ പല ഭാഗത്ത് പല പേരുകൾ അറിയപ്പെടുന്നത്. അതിൽ തെക്കൻ ബ്രസീലിൽ ഈ പുൽമേടുകളുടെ പേരെന്തെന്നാണ് ചോദ്യം. ഉത്തരം കിട്ടിയോ? ആർക്കെങ്കിലും കിട്ടിയോ? ഞാൻ പറഞ്ഞേക്കാം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ക്യാമ്പോസ് ആണ്. ബ്രസീലിൽ ഉഷ്ണമേഖല പുൽമേടുകൾ ക്യാമ്പോസ് എന്നറിയപ്പെടുന്നു. അപ്പൊ ലാനോസ് എവിടെയാണ്? ലാനോസ് വെനസ്വേല എന്ന രാജ്യത്ത്, കേട്ടോ, വെനസ്വേല എന്ന രാജ്യത്ത് ഉഷ്ണമേഖലാ പുൽമേടുകൾ ലാനോസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. വെനസ്വേല. അപ്പൊ സാവന്ന എവിടെ? ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു. സാവന്ന ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ് ഉഷ്ണമേഖലാ പുൽമേടുകളെ നമ്മൾ സാവന്ന എന്ന് വിളിക്കുന്നത്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ ഭൂരിഭാഗവും ഈ പറഞ്ഞ പുൽമേടുകളാണ്. വലിയ ഇടതൂർന്ന നിബിഡ വനങ്ങളല്ല, ഉയരം കുറഞ്ഞ പുൽവർഗ സസ്യങ്ങൾ മാത്രം കാണപ്പെടുന്ന വിശാലമായിട്ട് പരന്നു കിടക്കുന്ന തരത്തിലുള്ള ഭൂപ്രദേശങ്ങളെയാണ് നമ്മൾ സാവന്ന എന്ന് വിളിക്കുന്നത്. ഞാൻ അതിൻ്റെ ഒരു ചിത്രം കാണിക്കും. ഇപ്പം മസായി മാറ എന്ന് പറയുന്ന ഗോത്ര വിഭാഗത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ട്. ആഫ്രിക്കയിലുള്ള ഇപ്പോഴും ഹണ്ടിങ് പോലെയുള്ള തൊഴിൽ അടിസ്ഥാനപ്പെടുത്തി ജീവിക്കുന്ന മസായി മാറ ഗോത്ര വിഭാഗങ്ങളൊക്കെ ഇത്തരത്തിലുള്ള സാവന്നകളിലാണ് അവർ ജീവിക്കുന്നത്. സാവന്ന പോലെയുള്ള പുൽമേടുകളിലാണ് അവർ ജീവിക്കുന്നത്. ക്ലിയർ? സ്റ്റെപ്പി ഒരു പുൽമേടാണെങ്കിലും ഇതൊരു ഉഷ്ണമേഖല പുൽമേടല്ല, ഇതൊരു മിതോഷ്ണ മേഖല പുൽമേടാണ്. യുറേഷ്യ, യൂറോപ്പിലും ഏഷ്യയിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന പുൽമേടാണ് സ്റ്റെപ്പി. അത് ഉഷ്ണമേഖല പുൽമേടല്ല. ഓഡ് വൺ ഔട്ട് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. അത് എന്താണ്? മിതോഷ്ണ മേഖല പുൽമേടാണ്. മിതോഷ്ണ മേഖല പുൽമേട്. ഓക്കെ അല്ലേ? രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാപ്റ്റർ 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് കാലാവസ്ഥ മേഖലകളും കാലാവസ്ഥ മാറ്റവും എന്ന ചാപ്റ്ററാണിത്. ഞാൻ ഓൾറെഡി നിങ്ങളെ 3ാമത്തെ ചാപ്റ്റർ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 3ാമത്തെ ചാപ്റ്ററിൽ 10 ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു. ഓർക്കുന്നുണ്ടോ? ആ ചോദ്യങ്ങളൊക്കെ നമ്മൾ സെൽവാസ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയത് ഓർക്കുന്നുണ്ടോ? നമ്മുടെ ആമസോൺ മേഖലയിലെ മഴക്കാടുകളെ പ്രാദേശികമായിട്ട് സെൽവാസ് എന്ന് വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തുടങ്ങിയത് ഓർക്കുന്നുണ്ടോ? അതായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് പാർട്ട്. ഇത് സെക്കൻഡ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ടിൽ രണ്ടാമത്തെ പാഠമാണ് നമ്മൾ ചർച്ച ചെയ്തത്, കാലാവസ്ഥ മേഖലകളും കാലാവസ്ഥ മാറ്റവും. പറ്റുമെങ്കിൽ നിങ്ങൾ ചാപ്റ്റർ വായിക്കുക. ഇനി അഥവാ വായിക്കാൻ പറ്റിയിട്ടില്ല, സമയം കിട്ടുന്നില്ല, വായിക്കാൻ ഒരു സാധ്യതയില്ലെങ്കിൽ ഈ ചോദ്യങ്ങളെങ്കിലും നിങ്ങൾ പഠിക്കുക, കേട്ടോ. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് വീണ്ടും മസായി മാറ എന്ന് പറയുന്ന ഗോത്ര വിഭാഗങ്ങൾ വസിക്കുന്ന പ്രദേശത്തിന് ചിത്രം പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. നോക്കി, ഇങ്ങനെ വിശാലമായിട്ട് നിരപ്പായി കിടക്കുന്ന പ്രദേശം, നിബിഡ വനങ്ങളല്ല, കണ്ടല്ലോ. ഉയരം കുറഞ്ഞ പുൽവർഗ സസ്യങ്ങളാണ് പ്രധാനമായിട്ട് ഇവിടെ ഉള്ളത്. മരുഭൂമി മേഖലകളും ഉണ്ട് ഇവിടെ. ഇതിനോട് ചേർന്ന് മരുഭൂമികളും വരുന്നുണ്ട്. കുറച്ചും കൂടെ പടിഞ്ഞാറോട്ട് പോകുന്നതനുസരിച്ച് മരുഭൂമികളാണ്. ഉഷ്ണമേഖല പുൽമേടുകളുടെ വെസ്റ്റിലേക്ക് പോകുന്നതനുസരിച്ച് അവിടെ മരുഭൂമികളായി മാറിക്കൊണ്ടിരിക്കും ആ പ്രദേശങ്ങൾ. അവിടെ ചെല്ലുമ്പോൾ കള്ളിമുള്ളിച്ചെടിയും ഈ കുറ്റിച്ചെടികളും ഒക്കെ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ഇതും കാണാൻ പറ്റത്തില്ല. പുൽവർഗ സസ്യങ്ങളും പോലും നമുക്ക് കാണാൻ പറ്റത്തില്ല. കിഴക്കോട്ട് പോകുന്നതനുസരിച്ച് കുറച്ചും കൂടെ മഴയുള്ള പ്രദേശങ്ങൾ, അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇലപൊഴിയും വനങ്ങളൊക്കെ കാണാൻ പറ്റും. ഏതാ? ഈ പുൽമേടുകളുടെ കിഴക്കോട്ട് പോകുന്നതനുസരിച്ച് കുറച്ച് മഴയുള്ള പ്രദേശങ്ങളുണ്ട്. പടിഞ്ഞാറോട്ട് പോകുന്നതനുസരിച്ച് മഴ കുറഞ്ഞു വരും. മനസ്സിലായോ? ഉഷ്ണമേഖല പുൽമേടുകൾ ഏകദേശം ഒരു 21 മുതൽ ഒരു 32 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ താപനില അനുഭവപ്പെടുന്ന പ്രദേശങ്ങളാണ് ഉഷ്ണമേഖല പുൽമേടുകൾ.
അതുപോലെ തന്നെ ഇവിടെ ഒരു 25 സെന്റിമീറ്റർ തൊട്ട് 125 സെന്റിമീറ്റർ വരെയൊക്കെ ഈ പ്രദേശത്ത് മഴ കിട്ടാറുണ്ട്. 25 സെന്റിമീറ്റർ തൊട്ട് 125 സെന്റിമീറ്റർ വരെ. ഉഷ്ണകാലം കുറച്ചും കൂടെ ഇവരുടെ ഉഷ്ണകാലത്തിന് പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല കുറച്ചെങ്കിലും മഴ ലഭിക്കുന്നത് ഉഷ്ണകാലത്തായിരിക്കും. അതായത് ആർദ്രമായിട്ടുള്ള ഉഷ്ണകാലമാണ് ഇവർക്കുള്ളത്. വേനൽക്കാലം നല്ല വരണ്ടതാണ്, മാത്രമല്ല തണുപ്പ് വളരെ കുറവായിരിക്കും. ശൈത്യകാലം കേട്ടോ. വേനൽക്കാലത്താണ് ആർദ്രമായ കാലാവസ്ഥ, മഴ ലഭിക്കുന്നത് വേനൽക്കാലത്താണ്. ശൈത്യകാലം വരണ്ടതാണ്. അതുമാത്രമല്ല തീരെ തണുപ്പില്ലാത്ത ശൈത്യകാലമായിരിക്കും. സാധാരണ നമ്മുടെ നോർത്തിലൊക്കെ ഉള്ളതുപോലെ വലിയ തണുപ്പുള്ള ശൈത്യകാലമല്ല, തണുപ്പ് കുറഞ്ഞ ശൈത്യകാലമായിരിക്കും കേട്ടോ. അതും കൂടെ ഓർത്തോണം ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട്. ഇനി എവിടെയൊക്കെയാണ് ഈ സാവന്ന കാലാവസ്ഥ കാണപ്പെടുന്നത് നോക്കിക്കുക. ആഫ്രിക്ക കണ്ടോ. ആഫ്രിക്കയിൽ ഈ പറഞ്ഞ ഉഷ്ണമേഖല പുൽമേടുകൾ ആഫ്രിക്കയിൽ സാവന്ന എന്നറിയപ്പെടുന്നു. ആഫ്രിക്കയുടെ ആ ഭൂഖണ്ഡത്തിന്റെ നോക്കിക്കേ ഒരു 50% സാവന്നയല്ലേ നോക്കിക്കേ. അതുകൊണ്ടാണ് ഈ കാലാവസ്ഥ മൊത്തത്തിൽ നമ്മൾ സാവന്ന കാലാവസ്ഥ എന്ന് വിളിക്കുന്നത്. ഉഷ്ണമേഖല പുൽമേടുകൾ സ്ഥിതി ചെയ്യുന്ന കാലാവസ്ഥയെ മൊത്തത്തിൽ സാവന്ന കാലാവസ്ഥ എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ്. ഇപ്പൊ എന്റെ കൂടെ നിങ്ങളൊന്ന് പഠിക്കണേ. വെനസ്വേലയിൽ ഉഷ്ണമേഖല പുൽമേടുകൾ അറിയപ്പെടുന്ന പേരാണ് ലാനോസ്. പറഞ്ഞേ, വെനസ്വേലയിൽ ഉഷ്ണമേഖല പുൽമേടുകൾ അറിയപ്പെടുന്ന പേരാണ് ലാനോസ്. വെനസ്വേല റീസെന്റ് ആയിട്ട് അമേരിക്ക കടന്നു കയറി അവിടുത്തെ പ്രസിഡന്റിനെയും ഭാര്യനെയൊക്കെ പിടിച്ചുകൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാർത്തകൾ കേട്ടതാണ്. വെനസ്വേലയിൽ ഓയിൽ റിച്ച് ആയിട്ടുള്ള കൺട്രിയാണ്. അറ്റ്ലാന്റിക് ഓഷ്യൻ അതിന്റെ ഈസ്റ്റ് സൈഡിലായിട്ട് വരുന്നുണ്ട് വെനസ്വേലയുടെ. ഇനി നോക്കിക്കേ, ഇവിടെ കാംപോസ് ബ്രസീലില് ഇത് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉഷ്ണമേഖല പുൽമേട് ഏത് പേരിൽ അറിയപ്പെടുന്നു? കാംപോസ് എന്നറിയപ്പെടുന്നു. ഓസ്ട്രേലിയയുടെ വടക്ക് ഭാഗത്ത് ഉഷ്ണമേഖല പുൽമേടുകളുണ്ട്, പക്ഷെ പ്രത്യേകിച്ച് പേരൊന്നും അതിന് പ്രതിപാദിക്കുന്നില്ല. വടക്കൻ ഓസ്ട്രേലിയയിലെ ഉഷ്ണമേഖല പുൽമേട് നോർത്താൽ മതി. വടക്കൻ ഓസ്ട്രേലിയയിലെ ഉഷ്ണമേഖല പുൽമേട് നോർത്താൽ മതി. ഓസ്ട്രേലിയയുടെ തെക്ക് വശത്തായിട്ട് പുൽമേടുകളുണ്ട്, പക്ഷെ അത് മിതോഷ്ണ മേഖല പുൽമേടാണ്. ഡൗൺസ് എന്നറിയപ്പെടുന്നത് അത് മിതോഷ്ണ മേഖല പുൽമേടാണ്, ഉഷ്ണമേഖല പുൽമേടല്ല. അപ്പൊ ഡൗൺസുമായിട്ട് നിങ്ങൾക്ക് തിരിഞ്ഞു പോകരുത്. അപ്പൊ സാവന്ന, ലാനോസ്, കാംപോസ് ഇത് മൂന്നും മനസ്സിലുണ്ടാവണം. സാവന്ന ആഫ്രിക്കയിൽ കാണപ്പെടുന്ന ഉഷ്ണമേഖല പുൽമേട്, ലാനോസ് വെനസ്വേലയിൽ കാണപ്പെടുന്ന ഉഷ്ണമേഖല പുൽമേട്, കാംപോസ് ബ്രസീലിൽ കാണപ്പെടുന്ന ഉഷ്ണമേഖല പുൽമേട്. ഓക്കെ അല്ലേ? അപ്പോ ചോദ്യം 2, ബുഷ്മൻ ഗോത്ര വിഭാഗം ഏത് മരുഭൂമിയിലെ തദ്ദേശീയ നിവാസികളാണ്? മരുഭൂമികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം ഗോത്ര വിഭാഗങ്ങൾ മരുഭൂമികൾ എടുത്തു കഴിഞ്ഞാൽ അറേബ്യൻ മരുഭൂമി ആയിക്കോട്ടെ, സഹാറ ആയിക്കോട്ടെ, അറ്റക്കാമ ആയിക്കോട്ടെ, അവിടെ മരുഭൂമിയിൽ ധാരാളം ഗോത്ര വിഭാഗങ്ങൾ വസിക്കുന്നുണ്ട്. തദ്ദേശീയരായിട്ടുള്ള ഗോത്ര വിഭാഗങ്ങളുടെ മേഖലയാണ് ഈ മരുഭൂമികളൊക്കെ തന്നെ. അപ്പോൾ ഈ ബുഷ്മൻ എന്നറിയപ്പെടുന്ന ഒരു ഗോത്ര വിഭാഗം എവിടെയാണ് താമസിക്കുന്നത് എന്നാണ് ചോദ്യം. ഏത് മരുഭൂമിയിലാണെന്നാണ് ചോദ്യം. ഓക്കെ, 25 സെന്റിമീറ്ററിൽ താഴെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് ഉഷ്ണമേഖല മരുഭൂമികൾ. 25 സെന്റിമീറ്റർ താഴെയാണ് ഇവിടുത്തെ മഴ എന്ന് പറയുന്നത്. 30 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ആവറേജ് ടെമ്പറേച്ചർ. അതിന് മുകളിലാ വരത്തുള്ളൂ എപ്പോഴും ടെമ്പറേച്ചർ. ഇനി ദൈനിക താപാന്തരം ഇവിടെ എങ്ങനെയാണ്? ദൈനിക താപാന്തരം അതായത് ഒരു ദിവസത്തെ കൂടിയ താപനിലയും ഒരു ദിവസത്തെ കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസം വളരെ കുറവായിരിക്കും. മനസ്സിലായി? ദൈനിക താപമാത്രം കൂടുതലായിരിക്കും. അതായത് പകൽ സമയത്ത് ചൂട് കൂടുതൽ. ഓക്കെ, ദൈനിക താപമാത്രം കൂടുതലാണ് ഇവിടെ ഉഷ്ണമേഖല മരുഭൂമി പ്രദേശങ്ങളിൽ. കാരണം പകൽ സമയത്ത് ഭയങ്കര ചൂടായിരിക്കും. രാത്രി ആകുമ്പോഴത്തേക്ക് ഈ ചൂട് മുഴുവൻ എന്ത് ചെയ്ത് തിരിച്ച് റേഡിയേറ്റ് ചെയ്ത് പോകും. അങ്ങനെ അത് തണുക്കും അല്ലെ. മരുഭൂമികളിൽ രാത്രി കാലത്ത് തണുപ്പ് കൂടുതലാണ് നമ്മൾ കേട്ടത്. അപ്പോൾ ദൈനിക താപമാത്രം ഇങ്ങനെയുള്ള മരുഭൂമി പ്രദേശങ്ങളിൽ എന്തായിരിക്കും? കൂടുതലായിരിക്കും. കുറവല്ല, കൂടുതലായിരിക്കും. അപ്പോൾ 25 സെന്റിമീറ്റർ അവിടുത്തെ അതിന് താഴെയായിരിക്കും വാർഷിക മഴ. 30 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും അവിടുത്തെ ആവറേജ് ടെമ്പറേച്ചർ എന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പം ഏത് മരുഭൂമിയിലാണ് ഈ ബുഷ്മൻ? പറയാവോ? ആൻസർ ഓപ്ഷൻ സി ആണ്. ഞാൻ പറഞ്ഞ ആൻസർ കലഹാരി. നിങ്ങൾ ശരിയാക്കിയായിരുന്നോ? കലഹാരിയിലാണ് ബുഷ്മൻ എന്നറിയപ്പെടുന്ന ഗോത്ര വിഭാഗം ജീവിക്കുന്നത്. പ്രധാനപ്പെട്ട ഉഷ്ണമേഖല മരുഭൂമികളൊന്ന് പരിചയപ്പെട്ടാലോ? ഉഷ്ണമേഖല മരുഭൂമികളുടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ചിത്രം പുസ്തകത്തിൽ തന്നിട്ടുണ്ട്. നോക്കാം നമുക്ക്. ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി അത് ഉഷ്ണമേഖല മരുഭൂമിയാണ്, സഹാറ മരുഭൂമി. എവിടെയാണ്? ആഫ്രിക്കയിലാണ് സഹാറ മരുഭൂമി. ആഫ്രിക്കയിലാണ് സഹാറ മരുഭൂമി. പിന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അറേബ്യൻ മരുഭൂമി. ഇതെന്തുണ്ടോ? അറേബ്യൻ മരുഭൂമി ഇറാനിലും ഇറാഖിലും UAE-ലും ഒക്കെ ആയിട്ട് ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്ന, സൗദിയിലും ഒക്കെ ആയിട്ട് വ്യാപിച്ചു കിടക്കുന്ന അറേബ്യൻ മരുഭൂമി. ഇറാനിലെ കേട്ടിട്ടില്ലേ? ദഷ്തെ ലൂട്ട്, ദഷ്തെ കവീർ എന്നൊക്കെ അറിയപ്പെടുന്ന ഇറാനിയൻ ഡെസേർട്സ് ഉണ്ട്. അതുപോലെ തന്നെ അറേബ്യൻ സഹാറയിലെ നമ്മുടെ സൗദി അറേബ്യയിൽ വ്യാപിച്ചു കിടക്കുന്ന അവരുടെ അറേബ്യൻ ഡെസേർട്സ്. കുറെ ആ പ്രദേശം അറേബ്യൻ പെനൂൺസുലയും ഇറാനും ഒക്കെ ചേർന്ന ഒരു മൊത്തത്തിലുള്ള പ്രദേശത്തെയാണ് അറേബ്യൻ മരുഭൂമി എന്നിവിടെ പ്രതിപാദിച്ചിട്ടുള്ളത്. പിന്നെ തെക്കേ അമേരിക്കയിലായിട്ട് അറ്റക്കാമ മരുഭൂമി, ഉഷ്ണമേഖല മരുഭൂമികളുടെ ലിസ്റ്റിനകത്താണ് അറ്റക്കാമനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ആഫ്രിക്കയിലായിട്ട് നമുക്ക് ആഫ്രിക്കയുടെ പടിഞ്ഞാറ് വശത്ത് നമീബ് കണ്ടോ? ഏറ്റവും തെക്ക് ആഫ്രിക്കയുടെ തെക്ക് വശത്ത് പടിഞ്ഞാറ് വശത്താണ്, തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് നമീബ് ഉണ്ട്. ആഫ്രിക്കയുടെ മധ്യഭാഗത്തായിട്ട് നമ്മൾ പറഞ്ഞ കലഹാരി ബുഷ്മൻ ഗോത്ര വിഭാഗം ജീവിക്കുന്നത് ഉണ്ടോ? ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ തെക്ക് വശത്ത് മധ്യഭാഗത്തായിട്ട് കലഹാരി ഡെസേർട്ട് ഉണ്ട്.
അതുപോലെ തന്നെ ആസ്ട്രേലിയയിൽ ഡെസേർട്ട്, ആസ്ട്രേലിയ മരുഭൂമി എന്ന പേര് കൊടുത്തേക്കുന്നത്. വിക്ടോറിയൻ മരുഭൂമി എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. ആസ്ട്രേലിയൻ മരുഭൂമിക്ക് അങ്ങനെ ഒരു പേരും കൂടെ ഒക്കെ കൊടുക്കാറുണ്ട്. ഗ്രേറ്റ് വിക്ടോറിയൻ ഡെസേർട്ട് എന്നൊക്കെ പേര് കൊടുക്കാറുണ്ട്. പിന്നെ ഉഷ്ണമേഖല മരുഭൂമി ഇവിടെ വടക്കേ അമേരിക്കയിൽ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ മെക്സിക്കോ അതുപോലെ USA ഒക്കെ പടിഞ്ഞാറ് വശത്തായിട്ട് വടക്കേ അമേരിക്കയുടെ ഭാഗത്ത് പേരൊന്നും പ്രതിപാദിക്കുന്നില്ലെങ്കിലും വടക്കേ അമേരിക്കയിൽ ഇതേപോലെ ഉഷ്ണമരുഭൂമികളുണ്ട് എന്നും അവർ കൃത്യമായിട്ട് ടെക്സ്റ്റിനകത്ത് ഡെപിക്ട് ചെയ്യുന്നുണ്ട്, ചിത്രീകരിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം, മെഡിറ്ററേനിയൻ കാലാവസ്ഥയുടെ സവിശേഷത എന്ത് അല്ലെങ്കിൽ ഏത്? താഴെ തന്നിട്ടുള്ള ലിസ്റ്റിനകത്ത് മെഡിറ്ററേനിയൻ കാലാവസ്ഥയുടെ സവിശേഷത ഏത് എന്ന് പറയാൻ പറ്റുമോ? എന്താണ് മെഡിറ്ററേനിയൻ കാലാവസ്ഥ എന്ന് ചോദിച്ചാൽ എന്ത് പറയും നമ്മൾ? മെഡിറ്ററേനിയൻ കടലിന് ചുറ്റുമായിട്ടും കാണപ്പെടുന്ന തരത്തിലുള്ള ഒരു കാലാവസ്ഥയാണ് മെഡിറ്ററേനിയൻ കാലാവസ്ഥ. അക്ഷാംശം അത് മാത്രമല്ല, മെഡിറ്ററേനിയൻ സമുദ്രത്തിന്റെ ആ ഭാഗത്ത് മാത്രമല്ല, അക്ഷാംശം പറയുമ്പോൾ 30 ഡിഗ്രി നോർത്ത് ആൻഡ് സൗത്ത്, 30 ഡിഗ്രി അക്ഷാംശങ്ങൾക്കും 45 ഡിഗ്രി അക്ഷാംശങ്ങൾക്കും ഇടയിലായിട്ട് നമുക്ക് എന്ത് കാണാൻ സാധിക്കും? മെഡിറ്ററേനിയൻ കാലാവസ്ഥ കാണാൻ സാധിക്കും. അപ്പം മെഡിറ്ററേനിയൻ സമുദ്രം മാത്രമല്ല, 30 മുതൽ 40 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിലുള്ള പ്രദേശങ്ങളും ചില പ്രദേശങ്ങൾ, എല്ലാ ഭൂമിയിലെല്ലാം മൊത്തം പ്രദേശങ്ങളല്ല, ഭൂമിയിലെ ചില പ്രദേശങ്ങളിൽ നമുക്ക് മെഡിറ്ററേനിയൻ കാലാവസ്ഥ കാണാൻ സാധിക്കും. ഓക്കെ, ഒന്നുകൂടെ പറയാം. മെഡിറ്ററേനിയൻ സമുദ്രത്തിന് ചുറ്റുമായിട്ട്, ചിത്രം കൃത്യമായിട്ട് നോക്കിയാൽ നമുക്കത് പിടികിട്ടും. മെഡിറ്ററേനിയൻ സമുദ്രത്തിന് ചുറ്റുമായിട്ടും കണ്ടോ, ഇവിടെ ഈ പച്ച നിറത്തിൽ കാണിച്ചിരിക്കുന്ന മെഡിറ്ററേനിയൻ കാലാവസ്ഥയാണ്. അതുപോലെ തന്നെ 30 ഡിഗ്രിക്കും 45 ഡിഗ്രിക്കും ഇടയ്ക്കുള്ള ചില പ്രദേശങ്ങൾ, ഭൂമിയിലെ ചില പ്രദേശങ്ങൾ കണ്ടോ, 30 ഡിഗ്രിക്കും 45 ഡിഗ്രിക്കും ഇടയ്ക്കുള്ള ചില പ്രദേശങ്ങളിലും മെഡിറ്ററേനിയൻ ടൈപ്പ് കാലാവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് ഈ കാലാവസ്ഥയുടെ സവിശേഷത എന്ന് പറയുന്നത്? വരണ്ട വേനൽക്കാലവും ആർദ്ര ശൈത്യകാലവും. ശരിയാണോ? വരണ്ട വേനൽക്കാലവും ആർദ്ര ശൈത്യകാലവുമാണോ ഇവിടെ? ഇനി ആർദ്ര വേനൽക്കാലവും വരണ്ട ശൈത്യകാലവുമാണോ? ഇനി അടുത്തത് വരണ്ട വേനൽക്കാലവും വരണ്ട ശൈത്യകാലവുമാണോ? അവസാനം ആർദ്ര വേനൽക്കാലവും ആർദ്ര ശൈത്യകാലവുമാണോ? എന്താണ്? സാധാരണ മൺസൂൺ കാലത്തെ കാലാവസ്ഥകളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മൺസൂൺ കാലാവസ്ഥ അല്ലെ ഉഷ്ണമേഖലയിലുള്ള കാലാവസ്ഥ, മൺസൂൺ കാലാവസ്ഥ, അതുപോലെ തന്നെ ഉഷ്ണമേഖല പുൽമേടുകൾ ഉള്ള കാലാവസ്ഥ, ഉഷ്ണമേഖല പുൽമേടുകളുടെ കാലാവസ്ഥ, അതായത് സാവന്ന കാലാവസ്ഥ ഒക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ വേനൽക്കാലം ആർദ്രമായിരിക്കും, ശൈത്യകാലം എങ്ങനെയായിരിക്കും? വരണ്ടതായിരിക്കും. ഇതിന് നേരെ വിപരീതമാണ് മെഡിറ്ററേനിയൻ കാലാവസ്ഥ. ആൻസർ ഓപ്ഷൻ എ ആണ്. ഇവിടെ വേനൽക്കാലം വരണ്ടതാണ്, ശൈത്യകാലം ആർദ്രമാണ്, അല്ലെങ്കിൽ മഴ ലഭിക്കുന്ന തരത്തിലുള്ള കാലമാണ് ശൈത്യകാലം. നോർമലി ഉഷ്ണമേഖലാ കാലാവസ്ഥയിൽ, ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥ പോലെയൊക്കെയുള്ള പ്രദേശങ്ങളിൽ വേനൽക്കാലം ആർദ്രവും ശൈത്യകാലം വരണ്ടതുമാണ്. എന്നാൽ മെഡിറ്ററേനിയൻ കാലാവസ്ഥ ഇത് നേരെ വിപരീതമാണ്. വേനൽക്കാലം ഇവിടെ വരണ്ടതാണ്, വേനൽക്കാലത്ത് മഴ കിട്ടാറില്ല, ശൈത്യകാലം എന്തായിരിക്കും? ആർദ്രമായിരിക്കും. എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയാണ് എന്ന് വിചാരിക്കരുത്. ശൈത്യകാലത്ത് ഇവിടെ നമുക്ക് ലഭിക്കുന്ന മഴ എന്ന് പറഞ്ഞാൽ ഒരു 35 സെന്റിമീറ്ററിനും 45 സെന്റിമീറ്ററിനും 75 സെന്റിമീറ്ററിനും ഇടയ്ക്കാണ്. 35 സെന്റിമീറ്ററിനും 75 സെന്റിമീറ്ററിനും ഇടയ്ക്കാണ് ഇവിടെ മഴ ലഭിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ശൈത്യകാലത്ത് കൃഷി ചെയ്യുന്ന വിളകൾ വലിയ മഴയല്ലല്ലോ, 35നും 75നും ഇടയ്ക്കല്ലേ. ശൈത്യകാലത്ത് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന പല വിളകൾക്കും ഗുണമാണ് ഈ മഴ എന്ന് പറയുന്നത്. മെഡിറ്ററേനിയൻ കാലാവസ്ഥ അതുകൊണ്ട് തന്നെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസിനൊക്കെ വളരെ നല്ലതാണ് മെഡിറ്ററേനിയൻ കാലാവസ്ഥ. ലോകത്ത് ഏറ്റവും കൂടുതൽ വൈൻ ഉൽപ്പാദിപ്പിക്കുന്നത് മെഡിറ്ററേനിയൻ രാജ്യങ്ങളിലാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ വൈൻ ഉൽപ്പാദിപ്പിക്കുന്നത് മെഡിറ്ററേനിയൻ രാജ്യങ്ങളിലാണ്. ഓക്കെ, ഇനി അത് മാത്രമല്ല, നാരക ഫലങ്ങൾ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത്, ഏകദേശം 70% അതിൻ്റെ കയറ്റുമതി നടക്കുന്നത് ഈ മെഡിറ്ററേനിയൻ രാജ്യങ്ങളിൽ നിന്ന്, നാരകഫലങ്ങളുടെ. ഓക്കെ, അപ്പോൾ അത് മാത്രമല്ല, ഫ്രൂട്ട്സ് വെജിറ്റബിൾസിന് വളരെ ഫേമസ് ആണെന്ന് ഞാൻ പറഞ്ഞു. 35നും 75നും ഇടയ്ക്കാണ് മഴ, 35 സെന്റിമീറ്റർ 75 സെന്റിമീറ്ററിന് ഇടയ്ക്കാണ് ഇവിടെ കിട്ടുന്ന മഴ എന്ന് പറയുന്നത്. ഇതാണ് മെഡിറ്ററേനിയൻ കാലാവസ്ഥയുടെ പ്രത്യേകത. വരണ്ട വേനൽക്കാലമാണ്, ആർദ്ര ശൈത്യകാലമാണ്. വരണ്ട വേനൽക്കാലവും ആർദ്ര ശൈത്യകാലവും. എവിടെയാണ് മെഡിറ്ററേനിയൻ കാലാവസ്ഥ കാണപ്പെടുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. മെഡിറ്ററേനിയൻ സമുദ്രത്തിന് ചുറ്റും കണ്ടോ, ആഫ്രിക്കയ്ക്കും യൂറോപ്പിനും ഇടയ്ക്കാണ് മെഡിറ്ററേനിയൻ കടല്. അറ്റ്ലാന്റിക് ഓഷ്യന്റെ ഒരു ഭാഗമാണല്ലോ മെഡിറ്ററേനിയൻ കടല്, പഠിച്ചിട്ടില്ലേ? കണ്ടോ, അറ്റ്ലാന്റിക് ഓഷ്യന്റെ ഒരു ഭാഗമാണ്. നമുക്ക് ഈ മെഡിറ്ററേനിയൻ കടലിലേക്ക് കയറാനായിട്ടുള്ള സ്ട്രെയിറ്റ് അല്ലെങ്കിൽ ആ ഒരു ഇടനാഴി എന്ന് പറയുന്നത്, സമുദ്ര ഇടനാഴി എന്ന് പറയുന്നത് ഏതാണ്? സ്ട്രെയിറ്റ് ഓഫ് ജിബ്രാൾട്ടർ ആണ്. സ്ട്രെയിറ്റ് ഓഫ് ജിബ്രാൾട്ടറിലൂടെയാണ് അറ്റ്ലാന്റിക് ഓഷ്യനിൽ നിന്ന് മെഡിറ്ററേനിയൻ കടലിലേക്ക് കയറുന്നത്. ഇപ്പൊ വളരെ ഫേമസ് ആണല്ലോ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ്. നീ നോക്കി, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് പേർഷ്യൻ ഗൾഫിലേക്ക്, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് പേർഷ്യൻ ഗൾഫിലേക്ക് കയറാനായിട്ട് ഉപയോഗിക്കുന്ന സ്ട്രെയിറ്റ് ആണ്, ഇടനാഴിയാണ് ഏത്? സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ഓഫ് ജിബ്രാൾട്ടർ കേട്ടോ, ഏതാണ്? മെഡിറ്ററേനിയൻ കടലിലേക്ക് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്നുള്ള ആ ഒരു റൂട്ടാണ്, വഴിയാണ് സ്ട്രെയിറ്റ് ഓഫ് ജിബ്രാൾട്ടർ എന്നറിയപ്പെടുന്നത്. അടുത്തത് ശൈത്യകാലത്ത്, ഇവിടെ ചോദ്യം ഫുള്ളായിട്ട് വന്നിട്ടില്ല. ശൈത്യകാലത്ത് മെഡിറ്ററേനിയൻ പ്രദേശങ്ങളിൽ മഴ ലഭിക്കാനുള്ള കാരണം ഫുള്ള് ഞാനിവിടെ എഴുതാം. ശൈത്യകാലത്ത് മെഡിറ്ററേനിയൻ സമുദ്രത്തിൽ മഴയുണ്ടല്ലോ, ആ മഴ ലഭിക്കാനുള്ള കാരണം
എന്താണ് എന്നാണ് ചോദ്യം. അടുത്ത ചോദ്യം. മെഡിറ്ററേനിയൻ കാലാവസ്ഥയുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ശൈത്യകാലത്ത് ആർദ്ര അവസ്ഥയാണ്, മഴയാണ്. വേനൽക്കാലത്ത് വരണ്ട അവസ്ഥയാണ്, പറഞ്ഞല്ലോ. അതിൽ നിന്നാണ് അടുത്ത ചോദ്യം. ശൈത്യകാലത്ത് മെഡിറ്ററേനിയൻ പ്രദേശങ്ങളിൽ മഴ ലഭിക്കാൻ കാരണം എന്താണ്? പശ്ചിമവാതങ്ങൾ, വാണിജ്യവാതങ്ങൾ, മൺസൂൺ കാറ്റുകൾ, ധ്രുവീയവാതങ്ങൾ. ഏതാണ് ആൻസർ? പറയാം ആർക്കെങ്കിലും. അതിന്റെ റീസൺ പശ്ചിമവാതങ്ങളാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്, പശ്ചിമവാതങ്ങൾ. ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ, നോക്കിക്കോണേ. ഓക്കെ, മെഡിറ്ററേനിയൻ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ചിത്രം എടുക്കാം, എന്നിട്ട് പറഞ്ഞുതരാം. നോക്കൂ, ഇവിടെ നിങ്ങൾക്ക് 23.5 ഡിഗ്രി അക്ഷാംശം കാണാൻ സാധിക്കും അല്ലേ? 23.5 ഡിഗ്രി അക്ഷാംശം. അതിന് മുകളിൽ 30 ഡിഗ്രി എന്നൊരു അക്ഷാംശമുണ്ട്. ഇതൊരു പ്രഷർ സോണാണ്, മർദ്ദമേഖലയാണ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? ഇതിനെ വിളിക്കുന്ന പേരെന്താണ്? ഈ 30 ഡിഗ്രി നോർത്ത് അക്ഷാംശത്തെ വിളിക്കുന്ന പേരെന്താണ്? ഈ ലാറ്റിറ്റ്യൂഡിനെ വിളിക്കുന്ന പേരെന്താണ്? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. എന്താ വിളിക്കുന്നത്? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല, അതായത് 60 ഡിഗ്രിയിലേക്ക്, ഞാൻ 60 ഡിഗ്രി ഇവിടെ നിന്ന് വരയ്ക്കാം, 66 താഴെയായിട്ട് 60 ഡിഗ്രി വരച്ചിട്ടുണ്ട്. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് 60 ഡിഗ്രി അല്ലെങ്കിൽ ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് ഇങ്ങനെ വീശുന്ന കാറ്റുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് പശ്ചിമവാതങ്ങൾ. ഇനി നോക്കിയാൽ പശ്ചിമവാതങ്ങൾ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഈർപ്പം എടുത്തുകൊണ്ട്, ഈർപ്പത്തെ വഹിച്ചുകൊണ്ട് എങ്ങോട്ട് പോകുന്നുണ്ട്? മെഡിറ്ററേനിയൻ കടലിന്റെ ഭാഗത്തേക്ക് പോകുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് പശ്ചിമവാതങ്ങളിൽ നിന്ന് ഇവർക്ക് എന്ത് കിട്ടുന്നു? മഴ കിട്ടുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പശ്ചിമവാതങ്ങളിൽ നിന്ന് അങ്ങനെയെങ്കിൽ വർഷം മുഴുവൻ മഴ കിട്ടണ്ടേ? എന്തുകൊണ്ടാണ് ശൈത്യകാലത്ത് മാത്രമായിട്ട് മഴ കിട്ടുന്നത്? വേനൽക്കാലത്ത് എന്തുകൊണ്ട് മഴ കിട്ടുന്നില്ല? അതിന്റെ റീസൺ ഈ പടം ഒന്ന് മാറ്റി വരയ്ക്കേണ്ടി വരും. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ പറഞ്ഞ ഈ 30 ഡിഗ്രിയിലുള്ള ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല വേനൽക്കാലത്ത് 30 ഡിഗ്രിക്ക് മുകളിലായിട്ട്, അല്ലെങ്കിൽ ഏകദേശം ഒരു 35നും 40 ഡിഗ്രിയുടെ ഭാഗത്തേക്ക്, 35 ഡിഗ്രി തൊട്ട് ഒരു 40 ഡിഗ്രി അക്ഷാംശം വരേക്കും അതെന്ത് ചെയ്യും? മുകളിലോട്ട് മാറും. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല മുകളിലോട്ട് മാറും. അതായത് നമ്മൾ മെഡിറ്ററേനിയൻ കടലിന് മുകളിലാണ് ഇപ്പോൾ ഉച്ചമർദ്ദ മേഖലയുള്ളത്. അതുകൊണ്ട് തന്നെ കാറ്റുകൾ മെഡിറ്ററേനിയൻ കടലിന് മുകളിലൂടെ വീശത്തുള്ളൂ, അതിന്റെ മുകളിലുള്ള അക്ഷാംശ ഭാഗത്തൂടെ വീശത്തുള്ളൂ. മെഡിറ്ററേനിയൻ കടലിൽ കവർ ആവുന്നില്ല, ഈ പശ്ചിമവാതങ്ങൾക്കകത്ത് കവർ ആവുന്നില്ല. പശ്ചിമവാതങ്ങൾ ഇപ്പോൾ നേരത്തെ 30 ഡിഗ്രിയിൽ നിന്ന് വീശിക്കൊണ്ടിരുന്ന പശ്ചിമവാതങ്ങൾ ഇപ്പൊ മെഡിറ്ററേനിയൻ കടലിന് മുകളിലുള്ള അക്ഷാംശം 35 ഡിഗ്രി 40 ഡിഗ്രി അക്ഷാംശങ്ങളിൽ നിന്നാണ് അത് വീശാൻ തുടങ്ങുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ആര് പശ്ചിമവാതങ്ങൾക്കകത്ത് കവർ ആവത്തില്ല? മെഡിറ്ററേനിയൻ കാലാവസ്ഥ വരുന്ന പ്രദേശങ്ങൾ പശ്ചിമവാതങ്ങൾക്കകത്ത് കവർ ആവുന്നില്ല. ശൈത്യകാലം ആവുമ്പോഴത്തേക്ക് ഇത് നേരെ എവിടെ തിരിച്ചു വരും? ശൈത്യകാലത്തിൽ നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല എവിടെ വരും? തിരിച്ച് 30 ഡിഗ്രി അക്ഷാംശത്തിൽ തിരിച്ചു വരും. കണ്ടോ? ശൈത്യകാലത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്, ശൈത്യകാലത്ത് മർദ്ദമേഖലകൾ തെക്ക് വശത്തേക്ക് നീങ്ങും, വേനൽക്കാലത്ത് മർദ്ദമേഖലകൾ വടക്കോട്ട് നീങ്ങുമെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ശൈത്യകാലം ആകുമ്പോൾ ഈ മർദ്ദമേഖല തെക്ക് ഭാഗത്തേക്ക് വരുന്നത് കൊണ്ടാണ് മെഡിറ്ററേനിയൻ കാലാവസ്ഥയിൽ ശൈത്യകാലത്ത് മഴ കിട്ടുന്നതും അതേപോലെ വേനൽക്കാലത്ത് വരൾച്ച അനുഭവപ്പെടുന്നതും, അല്ലെങ്കിൽ വേനൽക്കാലം വരണ്ടതാവുന്നതും ഞാൻ ഈ പറഞ്ഞ റീസൺസ് കൊണ്ടാണ്. പിടികിട്ടി എന്ന് വിചാരിക്കുന്നു. 5ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിന്റെ ഉത്തരം കിട്ടിയില്ലേ? എന്താണ്? പശ്ചിമവാതങ്ങൾ കാരണമാണ് മെഡിറ്ററേനിയൻ കാലാവസ്ഥയിൽ ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. പാംപാസ്, വെൽഡ്, ഡൗൺസ് എന്നിവ എന്ത് തരം ഭൂവിഭാഗങ്ങളാണ്? പാംപാസ്, വെൽഡ്, ഡൗൺസ് എന്നിവ എന്ത് തരം ഭൂവിഭാഗങ്ങളാണ്? ഉഷ്ണമേഖലാ പുൽമേടുകൾ, മിതോഷ്ണ മേഖലാ പുൽമേടുകൾ, ഉഷ്ണമേഖല മരുഭൂമികൾ, മിതോഷ്ണ മേഖല മരുഭൂമികൾ. എന്ത് തരം ഭൂവിഭാഗങ്ങളാണ് പാംപാസും വെൽഡും ഡൗൺസും ഒക്കെ? പറയാമോ? ആൻസർ മിതോഷ്ണ മേഖല പുൽമേടുകൾ. കുറച്ചു മുമ്പ് നമ്മൾ ഉഷ്ണമേഖല പുൽമേട് പഠിച്ചായിരുന്നു, ഓർക്കുന്നുണ്ടോ? ഉഷ്ണമേഖല പുൽമേട് ക്യാമ്പോസ്, ലാനോസ്, സാവന്ന, ഇതൊക്കെ എന്താണ്? ഉഷ്ണമേഖല പുൽമേടായിരുന്നു. ക്യാമ്പോസ്, സാവന്ന, ലാനോസ്, ഓർക്കുന്നില്ലേ? അതെല്ലാം എന്താണ്? ഉഷ്ണമേഖല പുൽമേട. പാംപാസ്, വെൽഡ്, ഡൗൺസ് ഒക്കെ എന്താണ്? മിതോഷ്ണ മേഖല പുൽമേട. അതായത് ഭൂമിയിലെ ഉഷ്ണമേഖലയ്ക്കപ്പുറത്തുള്ള മിതോഷ്ണ മേഖലകളിലുള്ള പുൽമേട്. ഉഷ്ണമേഖലകൾക്ക് അപ്പുറത്ത് മിതോഷ്ണ മേഖലകളുണ്ട് ഭൂമിയിൽ. 30 ഡിഗ്രിക്ക് അപ്പുറത്തേക്ക് മിതോഷ്ണ മേഖലകളുണ്ട്. അവിടെ കാണപ്പെടുന്ന പുൽമേടുകളാണ് ഏത്? 30 ഡിഗ്രിക്ക് അകത്തുള്ള പുൽമേടുകളാണ് ഉഷ്ണമേഖല പുൽമേടുകൾ. 30 ഡിഗ്രിക്ക് പുറത്തുള്ള പുൽമേടുകളാണ് മിതോഷ്ണ മേഖല പുൽമേടുകൾ. ഏതൊക്കെയാണ് ഭൂമിയിലെ പ്രധാനപ്പെട്ട മിതോഷ്ണ മേഖല പുൽമേടുകൾ? നോക്കാം. 1 പ്രയറി. കണ്ടോ? വടക്കേ അമേരിക്കയിലാണ് പ്രയറി. മിതോഷ്ണ മേഖല പുൽമേട് 1 പ്രയറി. അടുത്തത് തെക്കേ അമേരിക്കയില് പാംപാസ്. തെക്കേ അമേരിക്കയിൽ അർജന്റീനയോട് ചേർന്നിട്ടാണ് പാംപാസ് ഉള്ളത്. തെക്കേ അമേരിക്കയിൽ അർജന്റീന, ആ രാജ്യത്താണ് പാംപാസ് പ്രധാനമായിട്ടും വരുന്നത്. പിന്നെ
ആഫ്രിക്കയുടെ തെക്ക് വശത്ത് വെൽഡ്, കണ്ടോ വെൽഡ്, ആഫ്രിക്കയുടെ തെക്ക് വശത്ത് വെൽഡ്, ആഫ്രിക്കയുടെ തെക്ക് വശത്ത് സൗത്ത് ആഫ്രിക്കയോട് ചേർന്നാണ് വെൽഡ് വരുന്നത്. വെൽഡ് സൗത്ത് ആഫ്രിക്കയിലാണ് വെൽഡ് ഉള്ളത്. വെൽഡ് വെൽഡ് എന്ന പുൽമേട് കണ്ടോ, മിതോഷ്ണ പുൽമേടാണ്. അടുത്ത ഡൗൺസ്, ഓസ്ട്രേലിയയിലാണ് ഡൗൺസ്, മിതോഷ്ണ പുൽമേടാണ്. ഓസ്ട്രേലിയയുടെ വടക്ക് വശത്തായിട്ട് ഉഷ്ണമേഖല പുൽമേടുണ്ടെന്ന് കുറച്ചു മുമ്പ് പഠിച്ചു. ഇത് ഓസ്ട്രേലിയയുടെ തെക്ക് വശത്തുള്ള മിതോഷ്ണ പുൽമേടാണ് വെൽഡ്. പിന്നെ വരുന്നു സ്റ്റെപ്പി, ലോകത്തിലെ ഏറ്റവും വലിയ മിതോഷ്ണ പുൽമേടാണ് സ്റ്റെപ്പി. നോക്കിയോ, യൂറോപ്പിലും ഏഷ്യയിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന സ്റ്റെപ്പി, യൂറോപ്പിലും ഏഷ്യയിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന പുൽമേടാണ് സ്റ്റെപ്പി. കണ്ടോ, യൂറോപ്പിലും ഏഷ്യയിലുമായിട്ട് വ്യാപിച്ചു കിടക്കും. അപ്പം ഉഷ്ണമേഖല പുൽമേടും മിതോഷ്ണ മേഖല പുൽമേടും കൃത്യമായിട്ട് അതിന്റെ ഒരു ഡിസ്റ്റിങ്ഷൻ, അതിന്റെ ഒരു വേർതിരിവ് കൃത്യമായിട്ട് പഠിച്ചോണം. ഈ പറഞ്ഞ ഉഷ്ണമേഖലയ്ക്ക് അകത്തുണ്ടായിരുന്ന പുൽമേടായിരുന്നു ഉഷ്ണമേഖല പുൽമേട്, നമ്മുടെ സാവന്ന അല്ലേ. അതുപോലെ തന്നെ ഇവിടെ ലാനോസ്, ഇവിടെ ക്യാമ്പോസ്, ഇതെല്ലാം ഉഷ്ണമേഖല പ്രദേശം. കണ്ടോ, ഇത് കണ്ടോ, ഉഷ്ണമേഖലയ്ക്ക് അകത്തായിരുന്നു. ഇത് നോക്കിക്കേ, മിതോഷ്ണ മേഖല പുൽമേട് എവിടെയാന്ന് നോക്കിക്കേ, ഉഷ്ണമേഖലയ്ക്ക് പുറത്താണ്. കണ്ടോ, ഉഷ്ണമേഖലയ്ക്ക് പുറത്താണ്, ഉഷ്ണമേഖലയ്ക്ക് പുറത്താണ്. കണ്ടോ, ഉഷ്ണമേഖലയ്ക്ക് പുറത്താണ് മിതോഷ്ണ മേഖല പുൽമേട്. ഏതൊക്കെയാണ്? സ്റ്റെപ്പി അല്ലെ, ഏറ്റവും വലുത് ഏതാണ്? സ്റ്റെപ്പി. പിന്നെ പ്രേറി, പിന്നെ ഏതാ വരുന്നത്? തെക്കേ അമേരിക്കയിൽ അർജന്റീനയോട് ചേർന്ന് പാമ്പാസ്, ആഫ്രിക്കയുടെ ഏറ്റവും തെക്ക് വശത്തായിട്ട് വെൽഡ്, ഓസ്ട്രേലിയയുടെ ഏറ്റവും തെക്ക് വശത്തായിട്ട് ഡൗൺസ്. ഇതെല്ലാമാണ് മിതോഷ്ണ മേഖല പുൽമേടുകൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? ആറാമത്തെ ചോദ്യം, ലോകത്തിന്റെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന പുൽമേട്. ഈ പറഞ്ഞ ലിസ്റ്റിനകത്ത് ഒരെണ്ണമാണ് ലോകത്തിന്റെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന പുൽമേട് വരുന്നത്. പറയാമോ ഏതാണ് ലോകത്തിന്റെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന പുൽമേട്? സ്റ്റെപ്പി, പ്രയറി, സാവന്ന, വെൽഡ്. ഏതാ വരുന്നത്? യെസ്, പ്രയറിയാണ്. ലോകത്തിന്റെ ധാന്യപ്പുര, ലോകത്തിന്റെ അപ്പത്തൊട്ടി എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് പ്രയറീസ് പുൽമേടാണ്. എന്താണ് ഈ പുൽമേടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത? പുൽമേടുകൾ കാലാന്തരത്തിൽ എന്തായി മാറും? കൃഷി ചെയ്യുന്ന പ്രദേശങ്ങളായി മാറും. ആളുകൾ അല്ലെങ്കിൽ മാറ്റും. മനസ്സിലായോ? പുൽമേടുകളെ കാലാന്തരത്തിൽ എങ്ങനെയാക്കി മാറ്റും? കൃഷിക്ക് അനുയോജ്യമായ മേഖലയാക്കി മാറ്റും. ഇവിടെ ബലഭൂഷ്ടമായ മണ്ണാണ് ഉള്ളത്. പുൽമേടുകളിലുള്ളത് ബലഭൂഷ്ടമായ മണ്ണാണ്. മനസ്സിലായോ? പുൽമേടുകളിലുള്ളത് ബലഭൂഷ്ടമായ മണ്ണ് തന്നെയാണ്. പക്ഷേ മഴ കുറവായതുകൊണ്ടാണ് ഇവിടെ കൃഷി ചെയ്യാത്തത്. പക്ഷെ ആളുകൾ ടെക്നോളജിക്കലി കുറച്ചും കൂടെ എന്താ നമ്മൾ ഇന്നോവേറ്റീവ് ആവുന്ന അല്ലെങ്കിൽ കാലഘട്ടങ്ങളിൽ ഈ പുൽമേടുകളൊക്കെ ആളുകൾ എന്തിനാക്കി മാറ്റും? കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മേഖലകളാക്കി മാറ്റും. ഒരു സംശയമില്ല. മനസ്സിലായോ? അങ്ങനെ മാറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് പ്രയറി. പ്രയറി വരുന്നത് നോർത്ത് അമേരിക്കയിലാണ്. നോർത്ത് അമേരിക്കയിൽ, അമേരിക്കയിൽ പുസ്തകത്തിൽ കൃത്യമായി പറയുന്നുണ്ട് അമേരിക്കയിലും കാനഡയിലുമായിട്ടാണ് പ്രയറി പുൽമേടുള്ളത്. പുതിയ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ PSC പരീക്ഷയിൽ അത് ഏതൊരു എക്സാമിന് അത് ക്യാൻസൽ ചെയ്തിരുന്നു ആ ഒരു ക്വസ്റ്റ്യൻ. പ്രയറി പുൽമേട് വളരെ കൃത്യമായിട്ടൊരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അമേരിക്കയിലും കാനഡയിലുമായിട്ട് പ്രയറി പുൽമേട് വ്യാപിച്ചു കിടക്കുന്നു. പ്രയറി പുൽമേടിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് അവർ എന്താണ്? ഗോതമ്പാണ്. ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ഗോതമ്പാണ്. മനസ്സിലായോ? വളരെ കൃത്യമായിട്ട് ഇതെല്ലാം പറയുന്നുണ്ട്. അടുത്ത ചോദ്യം, ഉത്തരാർദ്ധഗോളത്തിൽ 55 ഡിഗ്രി മുതൽ 70 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ശൈത്യമേഖല അറിയപ്പെടുന്ന പേര്. അപ്പോൾ ദക്ഷിണാർദ്ധഗോളത്തിൽ ഇല്ല ഈ ഒരു മേഖല കേട്ടോ. ഉത്തരാർദ്ധഗോളത്തിലേ ഉള്ളൂ. ഉത്തരാർദ്ധഗോളത്തിൽ 55 ഡിഗ്രി തൊട്ട് 70 ഡിഗ്രി വരെയുള്ള അക്ഷാംശങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ശൈത്യമേഖല അറിയപ്പെടുന്ന പേര്. ഇപ്പൊ ശൈത്യമേഖലകൾ 2 വരുന്നുണ്ട്. അതിൽ 55-നും 70-നും ഇടയ്ക്കുള്ള ശൈത്യമേഖലയുടെ പേരെന്തെന്നാണ് ചോദ്യം. ടൈഗ, ടണ്ട്ര, ലാപാസ്, സൈബീരിയ. പറഞ്ഞോ, എന്താണ് ഈ മേഖലയുടെ പേരെന്താണ്? പറയാൻ പറ്റുമോ? ഏതാണ് ഉത്തരാർദ്ധഗോളത്തിൽ 55 ഡിഗ്രി മുതൽ 70 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ശൈത്യമേഖല അറിയപ്പെടുന്നത്? കിട്ടിയോ? ആൻസർ ഓപ്ഷൻ എ ആണ്, ടൈഗയാണ്. ടൈഗ എന്നറിയപ്പെടുന്ന പ്രദേശം ഏത് എന്നത് കൃത്യമായിട്ട് നോക്കി പഠിക്കണം കേട്ടോ. ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്തേക്കുന്ന പ്രദേശമാണ് ടൈഗ. 55 ഡിഗ്രിക്കും 70 ഡിഗ്രിക്കും ഇടയ്ക്കുള്ള പ്രദേശമാണ് ടൈഗ. അതായത് ധ്രുവങ്ങളോട് വളരെ അടുത്തു എന്നതിന്റെ അർത്ഥം അല്ലെ. ധ്രുവങ്ങളോട് വളരെ അടുത്തു ടൈഗ എന്ന മേഖല എത്തിയപ്പോൾ. നല്ല തണുപ്പുള്ള പ്രദേശമാണ്. ദീർഘമായ ശൈത്യകാലമാണ്. ഹ്രസ്വമായ വരണ്ട കാലമാണ് ഇവർക്കുള്ളത്. മനസ്സിലായി? ദീർഘമായിട്ടുള്ള ശൈത്യകാലം, ഹ്രസ്വമായ വേനൽക്കാലം. ഏകദേശം 50 to 70 ഡിഗ്രി സെന്റിമീറ്റർ ഒക്കെ ഇവർക്ക് ഈ ടൈഗ മേഖലയിൽ മഴ ലഭിക്കാറുണ്ട്. മനസ്സിലായി? ടൈഗ മേഖലയിൽ പ്രധാനമായും കോണിഫറസ് സ്തൂപികാഗ്ര വൃക്ഷങ്ങളാണ്. പൈൻ, ഫിർ പോലെയുള്ള സ്തൂപികാഗ്ര വൃക്ഷങ്ങളാണ് എവിടെയുള്ളത്? ടൈഗ മേഖലയിലുള്ള സ്തൂപികാഗ്ര വൃക്ഷങ്ങൾ. റഷ്യൻ ഭാഷയിൽ സ്തൂപികാഗ്ര വൃക്ഷങ്ങളെ ടൈഗ എന്ന് വിളിക്കുന്നത് കൊണ്ടാണ് ഈ സ്ഥലത്തിന് ടൈഗ എന്ന പേര് വന്നത്. റഷ്യൻ ഭാഷയിൽ അല്ലെങ്കിൽ റഷ്യയിൽ സ്തൂപികാഗ്ര വൃക്ഷങ്ങളെ ടൈഗ എന്ന് വിളിക്കുന്നത് കൊണ്ടാണ് ഈ മേഖലയ്ക്ക് ടൈഗ എന്ന പേര് വന്നത്. സ്തൂപികാഗ്ര വൃക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? പൈൻ ഉണ്ട് അല്ലെ, ഫിർ ഉണ്ട്, സ്പ്രൂസ് ഉണ്ട്. ഇതെല്ലാം എന്താണ്? സ്തൂപികാഗ്ര വൃക്ഷങ്ങളാണ്. കോണിഫറസ് ട്രീസ് ആണ്. ക്ലിയർ? എവിടെയായിട്ട് ഇത് വ്യാപിച്ചു കിടക്കുന്നത് കണ്ടില്ലേ?
ദക്ഷിണാർദ്ധഗോളത്തിൽ വൻകരകൾ ഈ മേഖലയിൽ, നമ്മൾ ഈ പറഞ്ഞ മേഖലയിൽ ദക്ഷിണാർദ്ധഗോളത്തിൽ വൻകരകൾ കുറവായതുകൊണ്ടാണ്, അന്റാർട്ടിക്ക വരുന്നത് കുറച്ചുകൂടെ താഴെയാ അല്ലെ, വൻകരകൾ കുറവായതുകൊണ്ടാണ് ദക്ഷിണാർദ്ധഗോളത്തിൽ ടൈഗ എന്നറിയപ്പെടുന്ന കാലാവസ്ഥാ വിഭാഗം ഇല്ല എന്നുള്ളത് പറയുന്നത്. മനസ്സിലായോ? ഉത്തരാർദ്ധഗോളത്തിൽ മാത്രമേ ഇവ കാണപ്പെടുന്നു എന്ന് പറയാനുള്ള റീസൺ, ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് എത്തുമ്പോൾ ഈ പറഞ്ഞ വൻകരകളുടെ ഒരു എക്സ്റ്റൻഷൻ ആ ഭാഗത്തില്ല എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് അത് ഇവിടെ മാത്രമാണ്, ഉത്തരാർദ്ധഗോളത്തിൽ മാത്രമാണ് എന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. അടുത്ത ചോദ്യം, 8ാമത്തെ, കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രശ്നങ്ങളിലേക്ക് ലോകരാഷ്ട്രങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുവാൻ, ചോദ്യം കംപ്ലീറ്റ് അല്ല, ഞാനിവിടെ എഴുതാം. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രശ്നങ്ങളിലേക്ക് ലോകരാഷ്ട്രങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുവാൻ കടലിനടിയിൽ മന്ത്രിസഭാ യോഗം ചേർന്ന രാജ്യമേത്? കടലിനടിയിൽ മന്ത്രിസഭാ യോഗം ചേർന്ന രാജ്യമേത്? ഇതാണ് ചോദ്യം. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രശ്നങ്ങളിലേക്ക് ലോകരാഷ്ട്രങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്നതിന് വേണ്ടി കടലിനടിയിൽ മന്ത്രിസഭാ യോഗം ചേർന്ന രാജ്യം. നോർവേ, സ്വീഡൻ, മാലിദ്വീപ്, ഐസ്ലൻഡ്. പറഞ്ഞോ, ഏതാണ് രാജ്യം? 2 പ്രധാനപ്പെട്ട രാജ്യങ്ങളെ പറ്റി പുസ്തകത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. കടലിനടിയിൽ മന്ത്രിസഭാ യോഗം ചേർന്ന രാജ്യം മാലിദ്വീപും എവറസ്റ്റ് മന്ത്രിസഭാ യോഗം ചേർന്ന രാജ്യം നേപ്പാളുമാണ്. അതായത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ദൂഷ്യഫലങ്ങളെല്ലാം അനുഭവിക്കേണ്ടി വരുന്ന രാജ്യങ്ങളാണ് 2 നേപ്പാളും അതുപോലെ മാലിദ്വീപും. നേപ്പാളിൽ മഞ്ഞുരുകി ആ മേഖലയുടെ ആവാസ വ്യവസ്ഥ, അവിടുത്തെ ആ ഒരു ഹാബിറ്റാറ്റ് മുഴുവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വരുന്നു. അവിടെ ഒരു ഇക്വിലിബ്രിയം, ആ ഒരു പരിസ്ഥിതിയുടെ ഇക്വിലിബ്രിയം നഷ്ടപ്പെടുന്ന സാഹചര്യം വരുന്നുണ്ട്. മാലദ്വീപിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ സമുദ്രനിരപ്പിൽ നിന്നും വെറും 1.5 മീറ്റർ മാത്രമാണ് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഇതിന്റെ ഉയരം. 2.5 മീറ്റർ സമുദ്രനിരപ്പ് ഉയർന്നു കഴിഞ്ഞാൽ പൂർണ്ണമായും മാലിദ്വീപ് എന്ന രാജ്യം വെള്ളത്തിനടിയിലായി പോകും. അതുകൊണ്ട് തന്നെ പരിസ്ഥിതി പ്രശ്നങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം, അതുമായി ബന്ധപ്പെട്ട് ലോകരാഷ്ട്രങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കപ്പെടേണ്ടത് ഈ രാജ്യങ്ങൾക്ക് അനിവാര്യമാണ്. അതിനുവേണ്ടിയാണ് അവർ അങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു മന്ത്രിസഭാ യോഗം കൂടിയത്. കടലിനടിയിൽ പോയി മന്ത്രിസഭാ യോഗം ചേരുക എന്ന് പറഞ്ഞാൽ പ്രായോഗികമായിട്ട് നോക്കുമ്പോൾ അത്ര എളുപ്പമല്ല. അവരുടെ രാജ്യത്തെ സംബന്ധിച്ച് അത് കുഴപ്പമില്ല, പക്ഷെ അതൊരു കുറച്ചൊരു ഡിഫിക്കൽട്ട് ടാസ്ക് അല്ലേ. പക്ഷെ അതവർ ചെയ്തപ്പോൾ ലോകരാജ്യങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് വന്നു. ലോകരാജ്യങ്ങൾ അത് കൃത്യമായിട്ട് നിരീക്ഷിച്ച് എന്തിന് ഇവർ ചെയ്തു എന്നതിനെ പറ്റി അന്വേഷണങ്ങൾ നടന്നു, പഠനങ്ങൾ നടന്നു. അതിൻ്റെ ഫലമായിട്ട് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഇമ്പാക്ട്സ് ഇവരുടെ രാജ്യങ്ങളിൽ എങ്ങനെ ഉണ്ടാവും എന്ന് അവർക്ക് ലോകരാജ്യങ്ങളെ അറിയിക്കാൻ പറ്റി. നോക്ക്, നമ്മൾ പറയാറില്ലേ, ചിലരെ പറ്റി പറയാറില്ലേ, ഒരു ശ്രദ്ധ കൂടുതൽ പിടിച്ചു പറ്റാൻ ശ്രമിക്കുന്നവർ, ചില പ്രത്യേക ആക്ഷൻസ് ഒക്കെ സമൂഹത്തിൽ കാണിച്ച്, ബഹളങ്ങൾ കാണിച്ച് കൂടുതൽ അറ്റൻഷൻ സീക്കിങ് നടത്തുന്ന ആളുകളെ പറ്റി കേട്ടിട്ടില്ലേ? ഇതൊരു അറ്റൻഷൻ സീക്കിങ്ങിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഈ രാജ്യങ്ങൾ നടത്തിയ ഒരു അറ്റൻഷൻ സീക്കിങ്ങിൻ്റെ എക്സാമ്പിളാണിത്. കടലിനടിയിൽ മന്ത്രിസഭാ യോഗം കൂടി ലോകരാജ്യങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ചു. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്നത്, അല്ലെങ്കിൽ പ്രകൃതിയെ ദോഷകരമായി ബാധിക്കുന്നത് 2 രീതിയിലാണ്. ഒന്ന് മനുഷ്യന്റെ പ്രവൃത്തികൾ അല്ലെ, നമ്മൾ ഈ ഖനനം നടത്തുന്നത്, പെട്രോളിയം ഖനനം നടത്തി അത് കത്തിക്കുമ്പോൾ പുറത്തു പോകുന്നത് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുമ്പോൾ പുറത്തേക്ക് പോകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. വനം നശിപ്പിക്കുമ്പോൾ മനുഷ്യപ്രവൃത്തിയാണ് അല്ലേ, വനനശീകരണം, പ്രകൃതിക്ക് ദോഷമുണ്ടാക്കുന്ന മനുഷ്യന്റെ പ്രവർത്തനമാണ്. അതല്ലാതെ പ്രകൃതിദത്തമായിട്ടുള്ള പ്രശ്നങ്ങളുമുണ്ട്. അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ കാലാവസ്ഥാ വ്യതിയാനത്തിലേക്ക് വഴിതെളിക്കാം. അതുപോലെ തന്നെ മറ്റൊരു സാഹചര്യം, ഈ നമ്മുടെ സമുദ്രജല പ്രവാഹങ്ങൾ, പലപ്പോഴും സമുദ്രജല പ്രവാഹങ്ങളുടെ ദിശ മാറുന്നതും അതിന്റെ താപനില മാറുന്നതും ഒക്കെ കാലാവസ്ഥാ വ്യതിയാനത്തിലേക്ക്, അത് നാച്ചുറലാണ്, പ്രകൃതിദത്തമായിട്ട് കാലാവസ്ഥാ വ്യതിയാനം സംഭവിക്കുന്ന സാഹചര്യങ്ങളാണ്. അതല്ലാതെ മനുഷ്യ പ്രവൃത്തി വഴി കാലാവസ്ഥാ വ്യതിയാനം സംഭവിക്കുന്ന സാഹചര്യങ്ങളെ പറ്റി ഞാനിവിടെ ചർച്ച ചെയ്തു. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ഇനി അടുത്ത ചോദ്യം, കാലാവസ്ഥയും പരിസ്ഥിതിയും സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സമ്മേളനമായ സ്റ്റോക്ക്ഹോം സമ്മേളനത്തിന്റെ വർഷം ഏത്? പറയാം ആർക്കെങ്കിലും. കാലാവസ്ഥയും പരിസ്ഥിതിയും സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒത്തിരി സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട് അല്ലെ. പാരീസ് എഗ്രിമെന്റ്, ക്യോട്ടോ പ്രോട്ടോകോള്, റിയോ ഡി ജനീറോ നടന്നിട്ടുള്ള എർത്ത് സമ്മിറ്റ്, ഭൗമ ഉച്ചകോടി, അങ്ങനെ പല കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പൊ സ്റ്റോക്ക്ഹോം സമ്മേളനത്തിന്റെ വർഷം ഏതാണ് എന്നാണ് ചോദ്യം. പറയാമോ ആർക്കെങ്കിലും? ആൻസർ ഓപ്ഷൻ സി ആണ്. 1972 സ്റ്റോക്ക്ഹോം സമ്മേളനം നടന്നിട്ടുള്ളത്. പുസ്തകത്തിൽ ഒരു ലിസ്റ്റ് തന്നെ തന്നിട്ടുണ്ട്, നോക്കി പഠിക്കേണ്ടതാണ് കേട്ടോ. അപ്പൊ നോക്കിയേ, അന്താരാഷ്ട്ര ഉദ്യമങ്ങളാണ് കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടൊക്കെ നടന്നിട്ടുള്ള അന്താരാഷ്ട്ര ഉദ്യമങ്ങൾ. ഒന്ന് ലോക കാലാവസ്ഥാ സംഘടന 1950 രൂപീകരിക്കുന്നത് ജനീവയിൽ. 2 സ്റ്റോക്ക്ഹോം സമ്മേളനം. നമ്മുടെ ചോദ്യം 1972 സ്ഥലം സ്റ്റോക്ക്ഹോം ആണ്. പരിസ്ഥിതി പരിപാലനവും വികസനവുമാണ് ലക്ഷ്യമായിട്ട്, അല്ലെങ്കിൽ ഇടപെടലുകൾ, അതിന്റെ ഇടപെടൽ, ഈ സമ്മേളനത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചാൽ പരിസ്ഥിതി പരിപാലനവും വികസനവുമാണ്.
ഇനി ഭൗമ ഉച്ചകോടി, ഇതാണ് എർത്ത് സമ്മിറ്റ് എന്നറിയപ്പെടുന്നത്. 1992 റിയോ ഡി ജനീറോ, ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടന്നതാണ് റിയോ ഉച്ചകോടി എന്നൊക്കെ അറിയപ്പെടുന്ന അല്ലെ. പ്രകൃതി സൗഹൃദ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി UN അജണ്ട 21 തയ്യാറാക്കി. പ്രകൃതി സൗഹൃദ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി UN അജണ്ട 21 തയ്യാറാക്കിയത് എവിടെയാണ്? ഭൗമ ഉച്ചകോടി വെച്ചിട്ടാണ് 1992. ഓക്കെ, UNFCCC എന്നൊക്കെ അറിയപ്പെടുന്ന ഇതാണ്, യുണൈറ്റഡ് നേഷൻ ഫ്രെയിംവർക്ക് ഫോർ കൺവെൻഷൻ ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ ഭൗമ ഉച്ചകോടിയാണ്. അതിന്റെ ഭാഗമായിട്ട് എല്ലാ വർഷവും ഇതിന്റെ ഒരു ഗവേണിംഗ് ബോഡി ഉണ്ട്, COP, കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്നറിയപ്പെടുന്ന ഒരു ഗവേണിംഗ് ബോഡി UNFCCയിൽ നിന്ന് തെരഞ്ഞെടുത്തിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. അവർ എല്ലാ വർഷവും യോഗങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. COP1, COP2, COP3 എന്നൊക്കെ അറിയപ്പെടുന്നത് ഇതിന്റെ ഭാഗമായിട്ട് വന്നതാണ്. ഇനി ക്യോട്ടോ പ്രോട്ടോകോൾ 1997, ക്യോട്ടോ എന്ന സ്ഥലത്താണ്, ജപ്പാനില്. അന്തരീക്ഷത്തിൽ ഹരിതഗ്രഹ വാതകങ്ങളുടെ അളവ് പരിമിതപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. ഹരിതഗ്രഹ വാതകങ്ങൾ CO2 ആണ് പ്രധാനപ്പെട്ട ഗ്രീൻ ഹൗസ് ഗ്യാസ് ഭൂമിയിലെ. അതിന്റെ പരിധി അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്ന ഹരിതഗ്രഹ വാതകങ്ങളുടെ അളവ് പരിമിതപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. ഇനി മോൺട്രിയൽ പ്രോട്ടോകോൾ 1987, മോൺട്രിയൽ പ്രോട്ടോകോൾ, മോൺട്രിയൽ എന്ന സ്ഥലത്താണ്, മോൺട്രിയൽ. ഓക്കെ, കാനഡയിലാണ് മോൺട്രിയൽ വരുന്നത്. ഓസോൺ പാളിക്ക് നാശം വരുത്തുന്ന പദാർത്ഥങ്ങളുടെ അളവ് പരിമിതപ്പെടുത്തുക, CFC ആണ്, ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണ് ഓസോൺ പാളിക്ക് നാശം വരുത്തുന്നത് പ്രധാനമായിട്ടും, അല്ലെ. അതിന്റെ അളവ് പരിമിതപ്പെടുത്തുക എന്നുള്ളതാണ് മോൺട്രിയൽ ഉച്ചകോടിയുടെ ലക്ഷ്യം. ഇതിനു മുമ്പ് 1985 വിയന്ന കൺവെൻഷൻ ഉണ്ടായിരുന്നു. ഇതിലൂടെ പുസ്തകത്തിൽ പറയുന്നില്ല. വിയന്ന കൺവെൻഷനിലാണ് ഓസോൺ പാളിയെ സംരക്ഷിക്കണമെന്ന ആവശ്യം വരുന്നത്. എന്നാൽ ഓസോൺ പാളിക്ക് നാശം വരുത്തുന്ന പദാർത്ഥങ്ങൾ, CFC പോലുള്ള പദാർത്ഥങ്ങളെ നിയന്ത്രിക്കുക എന്ന ഒരു ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഇടപെടലാണ് മോൺട്രിയൽ ഉടമ്പടി. മനസ്സിലായോ? ഓസോൺ പാളി സംരക്ഷിക്കണം എന്ന ആവശ്യം ആദ്യമായിട്ട് വരുന്നത് വിയന്ന കൺവെൻഷനിലാണ്. പക്ഷേ ഓസോൺ പാളിക്ക് ദോഷമുണ്ടാക്കുന്ന പദാർത്ഥങ്ങളുടെ അളവ് പരിമിതപ്പെടുത്തണമെന്ന് കൃത്യമായിട്ട് സ്പെസിഫിക്കലി പ്രതിപാദിക്കുന്നത് മോൺട്രിയൽ പ്രോട്ടോകോൾ പ്രകാരമാണ്. ശേഷം പാരീസ് ഉടമ്പടി നോക്കിയാൽ 2015 പാരീസ് ഉടമ്പടി, പാരീസിലാണ് പാരീസ് ഉടമ്പടി നടക്കുന്നത്. ആഗോള താപന വർധനവ് കുറയ്ക്കുക, കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അനന്തരഫലങ്ങളോട് പൊരുത്തപ്പെടുവാൻ ലോകരാഷ്ട്രങ്ങളെ സഹായിക്കുക, ഇതായിരുന്നു അതിന്റെ ആവശ്യം. ആഗോള താപന വർധനവ്, ഗ്ലോബൽ വാർമിങ്ങിന് എന്ത് ചെയ്യുക? ഗ്ലോബൽ വാർമിങ്ങിനെ കൃത്യമായിട്ട് പരിമിതപ്പെടുത്തുക. ഗ്ലോബൽ വാർമിംഗ് എങ്ങനെ കൂടുന്നേ? CFC പോലെയുള്ള കാർബൺ ഡൈ ഓക്സൈഡ് പോലെയുള്ള വാതകങ്ങൾ, അല്ലെ, ഹരിതഗ്രഹ വാതകങ്ങൾ കൂടുതലായി അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുമ്പോഴാണ് അന്തരീക്ഷത്തിന് താപം കൂടുന്നത്, അല്ലെ. ഭൂമി പുറന്തള്ളുന്ന ഭൗമ വികിരണങ്ങളെയും സൂര്യനിൽ നിന്നുള്ള സൗരവികിരണങ്ങളെയൊക്കെ ഈ കാർബൺ ഡൈ ഓക്സൈഡ് പോലെയുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യും, ആഗിരണം ചെയ്യും. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥൈന്, ഈവൻ വാട്ടർ വേപ്പർ ഒരു ഹരിതഗ്രഹ വാതകമാണ്, നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിതഗ്രഹ വാതകമാണ്. അപ്പൊ അങ്ങനെ കുറെ ഹരിതഗ്രഹ വാതകങ്ങളുണ്ട്. അപ്പോൾ എന്താണ്? ആഗോള താപന വർധനവ് കുറയ്ക്കുക എന്നുള്ളതായിരുന്നു പാരീസ് ഉടമ്പടി ലക്ഷ്യം. ഇനി G20 ഉച്ചകോടി 2023 ന്യൂഡൽഹിയിൽ നടന്നതാണ് G20 ഉച്ചകോടി. അത് പ്രകൃതിയുമായി ബന്ധപ്പെട്ട, പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി, ഹരിത വികസനം, കാലാവസ്ഥ, ധനകാര്യം, സമഗ്ര വികസനം, ഇതെല്ലാം ഇതിന്റെ ലക്ഷ്യമായിരുന്നു, അല്ലെങ്കിൽ പ്രമേയമായിരുന്നു എന്തിന്റെ? G20 ഉച്ചകോടി. ഇത് പരീക്ഷയ്ക്ക് ചോദ്യമായിട്ട് വന്നു ഈ അടുത്ത്. ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി, ഹരിത വികസനം, കാലാവസ്ഥ, ധനകാര്യം, സമഗ്ര വികസനം, ഇതെല്ലാം G20 ഉച്ചകോടിയുടെ ഇടപെടലുകളായിരുന്നു എന്നുള്ളത് ഓർക്കുക. ന്യൂഡൽഹിയിലാണ് G20 ഉച്ചകോടി നടന്നത്, 2023 നമ്മുടെ ഈ ഒരു പാർട്ടിൽ അവസാനത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. 10, മൺസൂൺ കാലാവസ്ഥയുടെ സവിശേഷത അല്ലാത്തത് ഏത്? മൺസൂൺ കാലാവസ്ഥ അറിയാമല്ലോ. ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഉൾപ്പെടെ വരുന്ന ചില പ്രത്യേക മേഖലകളിലാണ് മൺസൂൺ കാലാവസ്ഥ അനുഭവപ്പെടുന്നത്. മൺസൂൺ കാറ്റുകളിൽ നിന്നാണ് മൺസൂൺ കാലാവസ്ഥ നമുക്ക് അനുഭവപ്പെടുന്നത്. മൺസൂൺ കാറ്റുകൾ കാലിക വാദങ്ങളാണ്, സീസണൽ വിൻഡാണ്. വേനൽക്കാലത്ത്, പുസ്തകത്തിൽ എടുത്തു പറയുന്നുണ്ട്, വേനൽക്കാലത്ത്, അതായത് മാർച്ചിന് ശേഷമുള്ള സമയം, ഒരു ജൂൺ ജൂലൈ വരെയൊക്കെയുള്ള സമയം എടുത്തു, ഓഗസ്റ്റ് വരെ എടുത്തു. കാരണം ഉത്തരാർദ്ധഗോളത്തിലെ വേനൽക്കാലം ജൂണിന് ശേഷമാണ്. ഇന്ത്യയിലെ വേനൽക്കാലം മാർച്ച്, ഏപ്രിൽ, മെയ് ആണെങ്കിലും ഉത്തരാർദ്ധഗോളം മൊത്തത്തിൽ പരിഗണിക്കുമ്പോൾ വേനൽക്കാലം ജൂണിന് ശേഷമുള്ള സമയമാണ്. ജൂൺ തൊട്ട് സെപ്റ്റംബർ വരെയുള്ള സമയമാണ് ഉത്തരാർദ്ധഗോളം മൊത്തത്തിൽ എടുത്ത് പരിഗണിക്കുമ്പോൾ അവിടുത്തെ വേനൽക്കാലം. ഇനി ഇന്ത്യയിലെ മാത്രം സ്പെസിഫിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ മാർച്ച് മുതൽ മെയ് വരെ വേനൽക്കാലം. നമുക്ക് ഉത്തരാർദ്ധഗോളം മൊത്തത്തിൽ പരിഗണിക്കാം. അപ്പോൾ വേനൽക്കാലത്ത് കടലിൽ നിന്ന് കരയിലേക്കും, തിരിച്ച് ശൈത്യകാലം, അതായത് ഒക്ടോബറിന് ശേഷം, ഒരു നവംബറിന് ശേഷമുള്ള സമയം പരിഗണിക്കാം. തിരിച്ച് കരയിൽ നിന്ന് കടലിലേക്കും കാറ്റ് വീശുന്നതാണ് ഈ പറഞ്ഞ മൺസൂൺ കാറ്റുകളായി മാറുന്നതെന്നാണ് പുസ്തകത്തിൽ പറയുന്നത്. പക്ഷേ മൺസൂണിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ഞാൻ എടുത്തു തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. അല്ല, ദക്ഷിണാർദ്ധഗോളത്തിലെ തെക്ക് കിഴക്കൻ വാണിജ്യവാദം ഭൂമധ്യരേഖ മറികടന്ന് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളായിട്ട് വരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മൺസൂൺ കാലാവസ്ഥയുടെ സവിശേഷത അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. നോക്കാം നമുക്ക്. ആർദ്രവും ദീർഘവുമായ വേനൽക്കാലം ശരിയാണോ? ആണ്. വേനൽക്കാലം ഇവിടെ ദീർഘമാണ്. മൺസൂൺ കാലാവസ്ഥയിൽ വേനൽക്കാലം ദീർഘമാണ്. കാരണം
ഞാൻ പറഞ്ഞല്ലോ ഉത്തരാർദ്ധഗോളത്തിലെ വേനൽക്കാലം സെപ്റ്റംബർ വരെ ഉണ്ട്. അപ്പോൾ ഇന്ത്യയിലെ വേനൽക്കാലം എടുക്കാം മാർച്ച്, ഏപ്രിൽ, മെയ്. ഉത്തരാർദ്ധഗോളത്തിലെ വേനൽക്കാലം കൂടെ എടുത്തു കഴിഞ്ഞാൽ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഒരു സെപ്റ്റംബർ വരെ, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ വരെ, ജൂൺ തൊട്ട് സെപ്റ്റംബർ വരെ എടുക്കാം വേനൽക്കാലം. ഇന്ത്യയിലെ വേനൽക്കാലം മാർച്ച്, ഏപ്രിൽ, മെയ്. അപ്പോൾ വേനൽക്കാലം ദീർഘമാണ്, ശൈത്യകാലം വളരെ കുറവാണ് അല്ലേ. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ഒക്കെ ഉള്ളൂ ശൈത്യകാലം, ആ ഒരു 2-3 മാസമേ ഉള്ളൂ. ഇനി ഉത്തരാർദ്ധഗോളത്തിലെ ശൈത്യകാലം എടുത്താൽ പോലും ഫെബ്രുവരി വരെ എന്തുള്ളൂ ശൈത്യകാലമുള്ളൂ. ഇന്ത്യയിലെ ശൈത്യകാലം എടുത്താലും ഫെബ്രുവരി വരെ ഉള്ളൂ എന്ത് ശൈത്യകാലം. അപ്പോൾ 2-3 മാസങ്ങളായിട്ട് ചുരുങ്ങുന്ന ശൈത്യകാലവും 6-7 മാസങ്ങളായിട്ട് നീളുന്ന വേനൽക്കാലം. അപ്പോൾ വേനൽക്കാലം ഇന്ത്യയിൽ മാത്രം എടുക്കരുതെന്ന് വീണ്ടും വീണ്ടും ഉറപ്പിക്കുന്നു. അപ്പം ദീർഘമാണ് വേനൽക്കാലം. ഉണ്ടോ? ശൈത്യകാലത്ത് മഴ കുറവാണ്, വരണ്ടതും ഹ്രസ്വമായ ശൈത്യകാലം. ഇന്ത്യയിലെ കേസ് എടുത്തു കഴിഞ്ഞാൽ ശൈത്യകാലത്ത് ആകെ മഴ കിട്ടുന്നത് പശ്ചിമ അസ്വസ്ഥത എന്ന ഒരു പ്രതിഭാസത്തിൽ നിന്നാണ് വടക്കേ ഇന്ത്യയിൽ. അതല്ലാതെ ശൈത്യകാലത്ത് മഴ കിട്ടുന്ന സംസ്ഥാനം എന്ന് നമ്മൾ തമിഴ്നാടിനെ പഠിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതിൻ്റെ റീസൺ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന് ശേഷം വടക്ക് കിഴക്കൻ മൺസൂൺ ഉണ്ടല്ലോ, വടക്ക് കിഴക്കൻ മൺസൂൺ ഒക്ടോബറിലും നവംബറിലുമായിട്ട് എന്നാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. പക്ഷെ അത് ചിലപ്പോൾ ഡിസംബർ വരെ നീളാം. ചില അവസരങ്ങളിൽ ജനുവരി ആദ്യത്തെ ആഴ്ച വരെ ഈ വടക്ക് കിഴക്കൻ മൺസൂൺ ഇന്ത്യയിൽ നീണ്ടുപോകാം. അങ്ങനെ വടക്ക് കിഴക്കൻ മൺസൂൺ ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തല്ല മഴ പെയ്യിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഏറ്റവും തെക്ക് ഭാഗത്ത് തമിഴ്നാടുണ്ട്. കിഴക്ക് തെക്ക് ഭാഗത്തായിട്ട് നമുക്ക് തമിഴ്നാട് പറയാൻ പറ്റും. തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് എന്തുണ്ട്? തമിഴ്നാടുണ്ട്. അപ്പോൾ ആ ഭാഗത്തൂടെയാണ് ഇത് അവസാനിക്കുന്നത്, ആ കാറ്റുകൾ അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ വടക്കിഴക്കൻ മൺസൂൺ നീണ്ടുപോകുന്ന കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ അത് ഡിസംബറിലേക്കും ജനുവരിയിലും ഒക്കെ നീണ്ടുപോകുന്ന കാലഘട്ടത്തിൽ അത് അവസാന മഴ കൊടുക്കുന്നത് തമിഴ്നാട്ടിൽ. അവിടെ കൊണ്ട് അത് അവസാനിക്കുന്നത്. തമിഴ്നാട്ടിലൂടെ മഴ പെയ്തിട്ടാണ് വടക്കിഴക്കൻ മൺസൂൺ അവസാനിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ശൈത്യകാലത്ത് മഴ ലഭിക്കുന്ന ഒരേ ഒരു സംസ്ഥാനം തമിഴ്നാട് നമ്മൾ പഠിക്കുന്നത്. അതല്ലാതെ ശൈത്യകാലത്ത് വടക്കേ ഇന്ത്യയിൽ പശ്ചിമ അസ്വസ്ഥത, മഹാവത്ത് എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. മഹാവത്ത്, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശിലൊക്കെ മഴ കിട്ടുന്നത് പശ്ചിമ അസ്വസ്ഥത വഴിയാണ്. ജെറ്റ് സ്ട്രീമുകൾ എന്നറിയപ്പെടുന്ന കാറ്റുകളാണ് പശ്ചിമ അസ്വസ്ഥത ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. മെഡിറ്ററേനിയൻ സമുദ്രത്തിലുണ്ടാകുന്ന ന്യൂനമർദ്ദങ്ങളെ പതുക്കെ ഇന്ത്യയിലേക്ക് പുഷ് ചെയ്ത് ഹിമാലയത്തിന്റെ തെക്ക് വശത്ത് കൊണ്ട് മഴ പെയ്യിക്കുന്ന പ്രതിഭാസമാണ് പശ്ചിമ അസ്വസ്ഥത. ജെറ്റ് സ്ട്രീമുകൾ ആണ് ഈ മഴ കൊണ്ടുവരുന്നത്. ഗോതമ്പ് കൃഷി, റാബി വിളകളുടെ കൃഷിക്ക് സഹായകരമായ മഴയാണ് പശ്ചിമ അസ്വസ്ഥത അല്ലെ. അതല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ വേറെ എവിടെയും ശൈത്യകാലത്ത് മഴയില്ല. അതുകൊണ്ടാണ് വരണ്ട ഹ്രസ്വകാലം എന്ന് പറയുന്നത്. ഇനി കൂടുതലായും കാണപ്പെടുന്ന പുൽവർഗ സസ്യങ്ങളാണ്. ശരിയാണോ? മൺസൂൺ കാലാവസ്ഥയിൽ കൂടുതൽ കാണപ്പെടുന്ന പുൽവർഗ സസ്യങ്ങളാണോ? തെറ്റാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റൈറ്റ് ആൻസർ അല്ലെ. ഇതാണ് സവിശേഷത. അല്ലാത്തത് ഇതാണ്. മൺസൂൺ കാലാവസ്ഥ മേഖലയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളാണ്, വൃക്ഷങ്ങളാണ്. മനസ്സിലായോ? ഇലപൊഴിയും സസ്യങ്ങളാണ് കൂടുതലായി കാണപ്പെടുന്നത്, അല്ലാതെ പുൽവർഗ സസ്യങ്ങളല്ല. മൺസൂൺ കാലാവസ്ഥയിൽ ഏറ്റവും കൂടുതലുള്ളത് ഇലപൊഴിയും വനങ്ങളാണ്. മനസ്സിലായോ? ഡിസ്യൂഡിയസ് ഫോറസ്റ്റ്, ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ. മൺസൂൺ വനങ്ങൾ എന്ന് വിളിക്കുന്നത് അവരെ തന്നെയാണ്. അതുകൂടാതെ നമുക്ക് മൺസൂൺ മേഖലയിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ മൺസൂൺ കാലാവസ്ഥയിൽ നിത്യഹരിത വനങ്ങളും ഉണ്ട്. നിത്യഹരിത വനങ്ങളെക്കാൾ കൂടുതലുള്ളത് എന്താണ്? ഇലപൊഴി വനങ്ങൾ. അതുകൊണ്ടാണ് മൺസൂൺ കാലാവസ്ഥയിൽ ഏറ്റവും കൂടുതലുള്ളത് ഏതെന്ന് ചോദിച്ചാൽ എപ്പോഴും എന്ത് പറയുന്നത്? ഇലപൊഴി വനങ്ങൾ എന്ന് പറയുന്നത്. ഡെക്കാൻ പീഠഭൂമി എടുക്കാം. മൺസൂൺ കാലാവസ്ഥ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന ഒരു മേഖലയാണ് ഡെക്കാൻ പീഠഭൂമി മേഖല. ഡെക്കാൻ പീഠഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ളത് എന്താണ്? ഇലപൊഴി വനങ്ങളാണ്. മനസ്സിലായില്ലേ? ക്ലിയർ ആയില്ലേ? ഇനി തീവ്ര ഉപജീവന കൃഷി നിലനിൽക്കുന്ന പ്രദേശമാണ് ഇത്. അതെ, തീവ്ര ഉപജീവന കൃഷി എന്ന് പറഞ്ഞാൽ നെല്ല്, ഗോതമ്പ് പോലെയുള്ള കൃഷികളൊക്കെ എന്താണ്? തീവ്ര ഉപജീവന കൃഷിയുടെ എക്സാമ്പിളാണ് അല്ലേ. ഇനി അതല്ലാതെ ചില സ്ഥലങ്ങളിൽ, മൺസൂൺ കാലാവസ്ഥയിലെ ചില സ്ഥലങ്ങളിൽ പ്രാചീന ഉപജീവന കൃഷി പിന്തുടരുന്നവരുണ്ട്. എന്താണ് പ്രാചീന ഉപജീവന കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പ്രാചീന ഉപജീവന കൃഷിക്ക് അത് നമ്മുടെ ഈ സ്ഥാനാന്തര കൃഷിയിലെ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ പ്രാചീന ഉപജീവന കൃഷിക്ക് ഉദാഹരണമാണ്. അല്ലെങ്കിൽ അതിന്റെ ഈ സ്ഥാനാന്തര കൃഷി എന്ന് പറയുന്നത് പ്രാചീന ഉപജീവന കൃഷിയുടെ ഉദാഹരണങ്ങളാണ്. ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ഇന്ത്യയിൽ ഇതിന്റെ വകഭേദം ഉണ്ടല്ലോ. ഏതാണ്? ജുമ്മിങ്. ഇന്ത്യയിൽ ഇതിന്റെ വകഭേദമുണ്ട്. സ്ഥാനാന്തര കൃഷിയുടെ ഇന്ത്യയിലെ വകഭേദമാണ് ജുമ്മിങ്. പ്രത്യേകിച്ച് വടക്ക് കിഴക്കൻ ഹിമാലയത്തിന്റെ ഭാഗത്താണ് ജുമ്മിങ് കൃഷി പിന്തുടരുന്ന ഗോത്ര വിഭാഗങ്ങളുള്ളത് അല്ലേ. ഇന്തോനേഷ്യയിലും മലേഷ്യയിലും ഒക്കെ ലദാങ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഈ സ്ഥാനാന്തര കൃഷിയാണ്. സ്ഥാനാന്തര കൃഷിയുടെ ഇന്തോനേഷ്യയിലെയും അതുപോലെ തന്നെ മലേഷ്യയിലൊക്കെ വകഭേദത്തിന് വിളിക്കുന്ന പേരാണ് ലദാങ്. സ്ഥാനാന്തര കൃഷിയുടെ മെക്സിക്കോയിലുള്ള അല്ലെങ്കിൽ ആ ഒരു വടക്കേ അമേരിക്കയുടെ ഭാഗത്തുള്ള വകഭേദത്തെയാണ് നമ്മൾ മിൽപ്പ എന്ന് വിളിക്കുന്നത്. മിൽപ്പ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ് ഇത്. മിൽപ്പ ക്ലിയർ ആയില്ലേ? അപ്പൊ ഇതിന് ആൻസർ ഏതാണ്? കൂടുതലായും കാണപ്പെടുന്നത് പുൽവർഗ സസ്യങ്ങൾ എന്ന് പറയുന്നതാണ് ആൻസർ. കാരണം അത് മൺസൂൺ കാലാവസ്ഥയുടെ സവിശേഷത അല്ല. മനസ്സിലായോ? പുൽവർഗ സസ്യങ്ങൾ കൂടുതൽ കാണപ്പെടുന്നത് എവിടാ? പുൽമേടുകളിലാണ്. സിമ്പിൾ. ക്ലിയർ? അപ്പോൾ തീവ്ര ഉപജീവന കൃഷി എന്താണ്? നെല്ല് അതുപോലെ ഗോതമ്പ് ഒക്കെ തീവ്ര ഉപജീവന കൃഷിക്ക് ഉദാഹരണമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുടരുന്നത് നെല്ല് പോലെയുള്ള കൃഷി രീതികളല്ലേ. അപ്പൊ നമ്മൾ തീവ്ര ഉപജീവന കൃഷി പിന്തുടരുന്നു കേരളത്തിലെ പല ഭാഗങ്ങളിലും. ക്ലിയർ ആയില്ലേ?
സബ്സിസ്റ്റൻസ് കൾട്ടിവേഷൻ എന്ന് പറയും, തീവ്ര ഉപജീവന കൃഷി. മറ്റത് പ്രാചീന അതുകൊണ്ട് മൺസൂൺ കാലാവസ്ഥയിൽ പ്രാചീന ഉപജീവന കൃഷി ചില സ്ഥലങ്ങളിലേ ഉള്ളൂ. ഇന്ത്യയിൽ മൺസൂൺ കാലാവസ്ഥ പിന്തുടരുന്ന സ്ഥലങ്ങളിൽ പ്രാചീന ഉപജീവന കൃഷിയുണ്ട്. സ്ഥാനാന്തര കൃഷി, ജുമ്മിങ്, ലദാങ്, മിൽപയൊക്കെ അതിന് എക്സാമ്പിൾ ആണ് കേട്ടോ. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ, ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. ഞാൻ പ്രധാനപ്പെട്ട മേഖലകളെല്ലാം കവർ ചെയ്തു ഈ ഒരു ചാപ്റ്റർ. ഇനി ആ ചാപ്റ്റർ നിങ്ങളൊന്ന് വായിച്ച് നിങ്ങൾക്ക് മൊത്തത്തിലൊരു ഐഡിയ കിട്ടും. ചാപ്റ്റർ അവസാനിക്കുന്ന ഈ ഒരു കോട്ടോട് കൂടിയാണ്, റോബർട്ട് സ്വാന്റെ ഈ ഒരു കോട്ടോട് കൂടിയാണ് ഈ ചാപ്റ്റർ അവസാനിക്കുന്നത്. ദി ഗ്രേറ്റസ്റ്റ് ത്രെറ്റ് ടു അവർ പ്ലാനറ്റ് ഈസ് ദ ബിലീഫ് ദാറ്റ് സമൺ എൽസ് വിൽ സേവ് ഇറ്റ്. നമ്മളെ ഇതിനെ വേറെ ആരോ വന്ന് രക്ഷിക്കും എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ ത്രെട്ട്. ഈ ഒരു പ്ലാനറ്റിന്റെ, നമ്മുടെ ഭൂമിയുടെ ഏറ്റവും വലിയ ത്രെട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ വേറെ ആരൊക്കെയോ വന്ന് രക്ഷിക്കും എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ത്രെട്ട്. മനസ്സിലായോ? നമ്മളെ രക്ഷിക്കാൻ ആരും വരില്ല. നമ്മളെ രക്ഷിക്കാൻ നമ്മൾ തന്നെ തയ്യാറാവണം എല്ലാ സെൻസിലും. ഒരു പരീക്ഷയിൽ ജയിച്ച് ജീവിതം രക്ഷപ്പെടാനും നമ്മൾ തന്നെ വിചാരിക്കണം. പുറത്തു നിന്നുള്ള മോട്ടിവേഷനും പുറത്തു നിന്നുള്ള ആളുകളുടെ പ്രോത്സാഹനവും ഒക്കെ കുറച്ച് നേരത്തേക്ക് മാത്രമേ കാണത്തുള്ളൂ. വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ലൈഫ് ഫോളോ ചെയ്ത് കൃത്യതയോടെ സ്ട്രാറ്റജിക്കലി മൂവ് ചെയ്ത് വേണ്ട കാര്യങ്ങൾ പഠിച്ച് അല്ലേ ജീവിക്കണമെന്നുണ്ടെങ്കിൽ അല്ലേ, നല്ല ഒരു അച്ചടക്കത്തോടെ, സാമ്പത്തിക അച്ചടക്കം വേണമെന്നുണ്ടെങ്കിൽ, നല്ലൊരു സ്ഥിരമായ ശമ്പളം, സ്ഥിരമായ ഒരു ജോലി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം. ആരും നമുക്ക് ഇതുകൊണ്ട് നമ്മുടെ കയ്യിലേക്ക് വെച്ച് തരത്തില്ല. നമ്മൾ തന്നെ കഷ്ടപ്പെടണം. അതുപോലെ തന്നെയാണ് പരിസ്ഥിതിയുടെ കാര്യവും. നമ്മൾ ആദ്യം വീട്ടിൽ പ്ലാസ്റ്റിക് കത്തിക്കാതിരിക്കണം. എന്നിട്ട് നമ്മൾ പുറത്തോട്ട് നോക്കിയിട്ട് വ്യവസായങ്ങളിൽ നിന്ന് പോകാം മുകളിലോട്ട് പോകുന്നു നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ആദ്യം നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. നമുക്ക് എങ്ങനെയാണോ ഈ ഭൂമി നമ്മുടെ പൂർവികരിൽ നിന്ന് കൈമാറി കിട്ടിയത് അല്ലേ, അതിനേക്കാൾ കുറച്ചെങ്കിലും നല്ലതായിട്ട് അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ നമുക്ക് പറ്റണം. ഇതെങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്? മോശമായി പൊയ്ക്കൊണ്ടിരിക്കുക. നാളെ കുറച്ചപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ തലമുറകൾ നമ്മളെ നോക്കി പറയത്തില്ലേ, ഇവന്മാരെല്ലാം കൂടെ മുടിപ്പിച്ച് ഞങ്ങളുടെ കയ്യിലോട്ട് തന്നെ കൂടി ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം നമ്മൾ പറയത്തില്ലേ? ചില ഷോർട്ട് ഫിലിംസ് ഒക്കെ വന്നിട്ടില്ലേ, ഈ പുറത്തോട്ട് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ മാസ്ക് വെച്ചിട്ട്, ഓക്സിജൻ മാസ്ക് വെച്ചിട്ട് ഇറങ്ങുന്ന തരത്തിലുള്ള ഷോർട്ട് ഫിലിംസ് ഒക്കെ വന്നിട്ടില്ലേ? ഒരു 100 വർഷത്തിനപ്പം 2100 എന്നൊക്കെ പറഞ്ഞ് കാണിച്ച് കണ്ടിട്ടില്ലേ? അത്രമേരെയൊക്കെ പോകുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് കണ്ടറിയാം അല്ലേ. എന്നാലും അങ്ങനെയുള്ള ഷോർട്ട് ഫിലിമുകളൊക്കെ കണ്ടിട്ടില്ല. പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, പരിസ്ഥിതി മുഴുവൻ മോശമാണ്, അന്തരീക്ഷം മുഴുവൻ മോശമാണ്. ഡൽഹിയിലെ എയർ ക്വാളിറ്റി ഇൻഡെക്സിനെ പറ്റി എത്രമാത്രം ചർച്ചകൾ എത്ര വർഷങ്ങളായി നടന്നുകൊണ്ടേയിരിക്കുന്നു അല്ലേ. ലോകത്തിലെ ഏറ്റവും മോശമായിട്ടുള്ള എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഉള്ള മേഖലകളിൽ ഒന്നാണ് ഡൽഹി മേഖല. വളരെ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള പ്രദേശങ്ങളാണ് സമ്മതിക്കുന്നു. പക്ഷേ പുറത്തിറങ്ങി ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്ത, പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യം. സ്മോക്കും ഫോഗും കൂടെ ചേർന്ന സ്മോഗിന്റെ 8 കളി, അയ്യരി കളിയാണ് അവിടെ അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ പ്രവർത്തികൾ വ്യക്തികളിൽ നിന്ന് തുടങ്ങണം. അത് സമൂഹങ്ങളിലേക്ക് വ്യാപിക്കണം. അത് പിന്നീട് രാജ്യങ്ങളിലേക്ക് പടരണം. ഉത്തരവാദിത്വ ബോധമുള്ള പ്രകൃതിയോട്, സമൂഹത്തോട്, വ്യക്തി ജീവിതത്തോട്, കുടുംബത്തോട് ഒക്കെ ഉത്തരവാദിത്തമുള്ള ഒരു സമൂഹമായിട്ട്, ഒരു വ്യക്തിയായി വളരാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു ക്ലാസ് അവസാനിപ്പിക്കുന്നു. ഇതൊരു സെക്കൻഡ് പാർട്ടായിരുന്നു നമ്മുടെ SCRT ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുത്തുന്ന സെക്കൻഡ് പാർട്ട്. SCRT ചാപ്റ്റേഴ്സിന്റെ സീരീസ് വേറെ ഓൾറെഡി ഞാൻ എടുത്തിട്ടുണ്ട്. 10ാം ക്ലാസ്സിലെ മുഴുവൻ ചാപ്റ്റേഴ്സും ലൈവ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ലൈവ് സെക്ഷനിൽ പോയി നോക്കിയാൽ മതി. 10ാം ക്ലാസ്സിലെ പുതിയ ജോഗ്രഫി ചാപ്റ്റേഴ്സിൽ എടുത്തിട്ടുണ്ട്. അവിടുന്ന് തന്നെയുള്ള ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുത്തുന്ന സീരീസാണ് ഇത്. ഇതിന്റെ 2ാമത്തെ പാർട്ടാണ് ഇന്ന്. അടുത്ത പാർട്ട് അടുത്ത ദിവസങ്ങളിലായിട്ട് തരുന്നതായിരിക്കും. നിങ്ങളിത് ഡയറക്റ്റായിട്ട് കൃത്യമായിട്ട് ഈ നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. നിങ്ങൾക്ക് ക്ലാസ്സുകളെല്ലാം തന്നെ കണ്ടുപോകാനായിട്ട് പറ്റും. ആരെങ്കിലും ഇത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ മതി, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടിക്കോളും കേട്ടോ. അപ്പോൾ നന്നായിട്ട് പഠിച്ചു പോവുക, നല്ല മാർക്ക് വാങ്ങുക, നല്ല ജോലി വാങ്ങുക, നേരത്തെ പറഞ്ഞതുപോലെ നല്ല ജീവിതം കെട്ടിപ്പടുക്കുക. താങ്ക് യു.